നമ്മൾ പരിസ്ഥിതി വിഷയത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രഭാഷണ പരമ്പരയാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം 80കളിലുള്ള ഒരവസ്ഥ എടുത്ത് നോക്കുമ്പോൾ അന്നും പാരിസ്ഥിതിക വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു നല്ലൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവര് ചെറിയ ചെറിയ വായനകളും അതുപോലെ മാസികകളും തുറന്നു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടണം, പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ബഹുഭൂരിപക്ഷം പേർക്കുണ്ട്. പക്ഷെ അത്തരത്തിലൊരു അവയർനെസ് നമ്മുടെ മൊത്തം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഇത്തരത്തിലൊരു പ്രഭാഷണ പരമ്പര തയ്യാറാക്കുന്നതാണ്. ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നത്, എൻ്റെ ഫാദർ ജൂൺ 5-ാം തീയതിയാണ് മരിച്ചത്. 93 വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണയായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഡയമെൻഷനാണ് ഈ നടക്കുന്ന പ്രഭാഷണ പരമ്പര. കൃഷിയുമായിട്ടുള്ള 6 കഴിഞ്ഞു. ഇപ്പൊ പുതിയൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, കടലും കരയും കാടും എന്നുള്ളത്. ഇത് മൂന്നായിട്ട് നിൽക്കാൻ പാടില്ല. കരയിൽ ജീവിക്കണമെങ്കിൽ ഈ മറ്റു രണ്ടും വേണം. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. പ്രകൃതിയുമായിട്ടും പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ജീവജാലങ്ങളുമായിട്ടുമെല്ലാം ഒരു ആരോഗ്യകരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണ പരമ്പര നമ്മൾ തുറന്നു പോകുന്നത്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഇത് അപ്ലോഡ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെയുള്ള 6 നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നും അതിന് റെക്കോർഡിംഗ് നടക്കുന്നു. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത് ഷാജി സാറാണ്. ഷാജി സാറ് ബയോഡൈവേഴ്സിറ്റിയിലെ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ നീലഗിരിയിലെ മത്സ്യങ്ങളെ കുറിച്ച് ഗവേഷണം ചെയ്യുകയും PhD കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കോളേജിൽ വർക്ക് ചെയ്യുന്നത്, സേക്രഡ് ഹാർട്ട് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. എല്ലാ രീതിയിലും ഈ വിഷയം അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒപ്പം വന്നിരിക്കുന്ന കേൾവിക്കാരായ എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? യെസ്. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ഓക്കെ. ഈ ഒരു ഡോക്ടർ പ്രവീൺ കുമാർ സാറിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഞാനും പ്രവീൺ കുമാർ സാറും തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ലാത്ത ഒരാളാണ്. അതായത് ഈ ഫോണിൽ കൂടെ മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് തന്നെ. അറിഞ്ഞിട്ട് എങ്ങനെയോ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോ എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. ഞാൻ അത്ര പ്രധാനനായിട്ടുള്ള ഒരാളൊന്നുമല്ല, വളരെ അപ്രധാനനായിട്ടുള്ള ഒരാളാണ്. എന്നിരുന്നാലും നമ്മളെ കണ്ടെത്ത് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഈ സമൂഹത്തിൽ അറിയപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ ഈ കാടും കരയും കടലും എന്ന് പറഞ്ഞാൽ അത് ബൃഹത്തായ ഒരു വിഷയമാണ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞെങ്കിൽ ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അതെല്ലാം കൂടി ആയപ്പോ വലിയൊരു വിഷയമായി. നമുക്കത് പറഞ്ഞാൽ തീരൂല്ല, എത്തൂല്ല എന്നുള്ളതാണ് വലിയൊരു വിഷയം. ഞാൻ എങ്ങനെ ഷാജി എന്ന് പറയുന്ന ഞാൻ എങ്ങനെ പരിസ്ഥിതിയെ കാണുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു വിഷനാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ. എന്നെ സംബന്ധിച്ച് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങളൊരു പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയാവും, നിങ്ങളൊരു സംഗീത വിദ്യാർത്ഥിയാവും, നിങ്ങളൊരു കണക്ക് വിദഗ്ധനാവും, നിങ്ങളൊരു ഭൗതിക ശാസ്ത്രജ്ഞനും രസതന്ത്രജ്ഞനും. കുട്ടികളോടൊക്കെ അങ്ങനെ തന്നെ പറയാറുണ്ട്. നിങ്ങൾ പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ആയിപ്പോകും, അല്ലെങ്കിൽ ആയിത്തീരും. അതിൽ ഏറ്റവും രസകര ആദ്യത്തെ സ്ലൈഡ് ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സംഗീതം പരിസ്ഥിതിയുമായി എത്ര ബന്ധമുണ്ടെന്ന് അറിയോ? അതിന് എത്രമാത്രം സയന്റിഫിക് ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നോക്കൂ, നമ്മുടെ കർണാട്ടിക് സംഗീതത്തിലെ അക്ഷരങ്ങളെല്ലാം കടമെടുത്തിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജന്തുജാലങ്ങളിൽ നിന്നാണ്. മനുഷ്യൻ അങ്ങനെയാണല്ലോ. അതിൽ ഏറ്റവും രസകരമായ സരിഗമ പദനി എന്നുള്ള അക്ഷരങ്ങളുടെ ഒരു ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ എന്ന് പറഞ്ഞാൽ ഷഡ്ജം എന്നാണ്. അത് മയിലിൽ നിന്ന് എടുത്തതാണ്. ഷഡ്ജം എന്നാണ് പറയുക. ഷഡ്ജം മയൂരോ വദതി എന്നാണ് നമ്മൾ പറയുക. ജി എന്ന് പറഞ്ഞാൽ ഋഷഭമാണ്. അത് മറ്റേ കാളക്കൂറ്റനിൽ നിന്നുള്ള അതിന്റെ അമറിൽ നിന്ന് എടുത്ത ശബ്ദമാണ്. അടുത്തത് ഗാന്ധാരമാണ്. ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ആടിൽ നിന്ന് എടുത്ത ശബ്ദമാണ്. മധ്യമം എന്ന് പറയുന്നത് ചക്രവാക പക്ഷി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അത് രാത്രി കാലങ്ങളിൽ അതിന്റെ ഇണയെ കാണാതിരിക്കുമ്പോൾ അത് കരയും അത്രേ. അപ്പൊ അതിന്റെ കരച്ചിലിൽ ഒരു സംഗീതം കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികർ എന്നാണ് പറയുക. അപ്പൊ അപ്പോ മാ എന്ന് പറയുന്ന ശബ്ദം ചക്രവാക പക്ഷി, അതൊരു
ഏതോ ഒരു ഹെറോൺസ് അല്ലെങ്കിൽ നമ്മുടെ കൊക്കിന്റെ ഒക്കെ വർഗ്ഗ താറാവോ കൊക്കോ ഏതോ ഒരു വർഗത്തിൽപ്പെട്ട പക്ഷിയാണ്. എത്രത്തോളം അതിന് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ മാ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ ചക്രവാക പക്ഷിയിൽ നിന്ന് എടുത്താണ്. അടുത്തത് പായാണ്. പാ എന്ന് പറയുന്നത് കുയിലിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ ഓർക്കുന്നില്ല താരാട്ട് പാട്ട്, പഞ്ചമം പാടും കുയിലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടുന്നുണ്ടല്ലോ. അടുത്തത് ദ ആണ്. അത് ദൈവതമാണ്. അത് കുതിരയിൽ നിന്ന് എടുത്തതാണ്. അവസാനത്തെ ശബ്ദം നീ എന്ന് പറയുന്നത് നിഷാദമാണ്. പരത്തി പറഞ്ഞാൽ നിഷാദമാണ്. അത് നമ്മൾ ആനയിൽ നിന്ന് എടുത്തതാണെന്നാണ് പറയുക. നോക്കൂ, ഉപവിപ്രഭവേ മാണ്ഡൂക്യം എന്നാണ് പറയാ. തവളയുടെ കരച്ചിലിൽ പോലും സംഗീതം കണ്ടെത്തിയവരാണ് നമ്മുടെ ആളുകൾ. സംഗീതം ഒന്നും ഈ നൂറ്റാണ്ടിന്റെ സംഭാവനയല്ലല്ലോ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യൻ എത്ര നന്നായി പ്രകൃതിയുമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പോലും തൊട്ട് അപ്പുറത്തുള്ള തുമ്പിയെയോ ഒരു പക്ഷിയുടെ പേരോ പോലും അറിയാത്ത ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിച്ച ഈ കാലത്ത്, ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെ ശബ്ദം വേർതിരിച്ചു എന്ന് പറയുന്നത് എത്ര സൂക്ഷ്മതയുടെ ഒരു അതിന്റെ ആ സൂക്ഷ്മതയ്ക്ക് എന്ത് അളവുകോലാണുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളത് കണക്കാക്കുക എന്നുള്ളതാണ് അല്ലെ. അതാണ് പരിസ്ഥിതിയുമായിട്ടുള്ള ആദ്യ ബന്ധം ഞാൻ പറയാം. രണ്ടാമത്തെ, പരിസ്ഥിതിയെ നമ്മളെ കുറിച്ച് പഠിക്കുമ്പോൾ, കടലിനെ കുറിച്ചായാലും കരയെ കുറിച്ചായാലും നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ചരിത്ര വിദ്യാർത്ഥിയായി മാറിപ്പോകും. നിങ്ങളിതൊരു മാപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതൊരു സസ്യത്തിന്റെ ശാസ്ത്രനാമം പറയുകയോ അത് എവിടെയൊക്കെ കാണുന്നു എന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സസ്യത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുകയോ ആ ചെയ്യുന്ന അതേ നിമിഷം നിങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു ഉദാഹരണമാണ് ഞാൻ ഈ മാപ്പൊക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ഒന്നിനുമല്ല അവർ വന്നത്. അവര് പ്രധാനമായിട്ടും വന്നത് എന്തിനാണ്? കുരുമുളകിനാണ്. കുരുമുളക് പ്രധാനമായിട്ട് ഉപയോഗിച്ചത് മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനാണ്. അല്ല അതൊരു സുഗന്ധദ്രവ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളത് പറയുന്നുവെങ്കിലും അതിനത്ര സുഗന്ധമൊന്നുമില്ല. അത് മാംസം സൂക്ഷിക്കാനായിട്ട്, കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള അക്കാലത്തെ വിദ്യ. ഇപ്പോഴും നമ്മൾ വെടിയിറച്ചി അല്ലെങ്കിൽ ഇടിയിറച്ചി എന്ന് പറയുന്ന ഇറച്ചി കിട്ടുമ്പോൾ അതിനകത്ത് കുരുമുളകാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കൂ, പോർച്ചുഗീസുകാർ 1498 ആദ്യം വന്നു. അവര് വന്നത് ഗുഡ് ഹോപ്പ് മുൻപോഴി ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വഴി കണ്ടുപിടിച്ച പോർച്ചുഗീസുകാരാണ്. കാപ്പാടാണ് കപ്പലിറങ്ങിയെന്ന് പറയുന്നു. തെറ്റാണ്, കാപ്പാടല്ല. ആദ്യമായി പോർച്ചുഗീസുകാർ കപ്പലിറങ്ങിയത് പന്തലായനി കൊല്ലത്താണ്, എന്ന് വെച്ചാൽ ഇന്നത്തെ കൊയിലാണ്ടിയിലാണ്. അത് തെറ്റായ ചരിത്ര അറിവുകൾ. 1598 മെയ് 21 അവിടെ ഒന്നുമല്ല കപ്പലിറങ്ങിയത്. അതൊരു ചരിത്രപരമായ തെറ്റാണ്. പോട്ടെ. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാരാണ്. പിന്നീട് ഫ്രഞ്ചുകാർ വന്നു. ഏറ്റവും ആദ്യം വന്ന പോർച്ചുഗീസുകാരാണ്. 1961 അവരെ ഏറ്റവും അവസാനം പോയത് അവരാണ്. ഈ വരവുകളൊക്കെ തന്നെ ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തെ പ്രധാനമായും ചൂഷണം ചെയ്യുക എന്നുള്ളത് തീർച്ചയായും അവർ ഒരുപാട് നന്മകളും അതോടൊപ്പം നമുക്ക് പങ്കുവച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ പ്രധാനമായും ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലൊപ്പം നന്മകളും ഉണ്ടായിരുന്നു. നമ്മൾ അറിയാത്തൊരു കമ്പനി കൂടി നമ്മൾ ഭരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ ചരിത്ര പുസ്തകത്തിൽ അത് കാണുന്നില്ല. അവരാണ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യം മുഴുവൻ യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ട്രാങ്കൂബാർ എന്ന് വെച്ചാൽ ഇന്നത്തെ തരംഗമ്പാടി കേന്ദ്രമാക്കിയിട്ടാണ്. അവർക്ക് കോഴിക്കോടും കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കരിങ്കുരങ്ങിനെ കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി എന്നാണ്. ഇന്ത്യ ഓറിയന്റാലും ടെല്ലിശ്ശേരി എന്നൊക്കെ അവർ പുസ്തകത്തിൽ പറയുന്നത്. 1895 പുസ്തകത്തിൽ അവരെ പറയുന്നുണ്ട്. അതിന്റെ കാരണം അവർ തലശ്ശേരിന്ന് കണ്ടുപിടിച്ചതാണ്. ഈ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവിടെയും ഒരു എൻക്ലേവ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്യുമെന്റേഷൻ രജിസ്ട്രേഷൻ ഡീഡിന്റെ ചരിത്രം അവിടെ നിന്ന് തന്നെ തലശ്ശേരി അഞ്ചരക്കണ്ടി എന്നൊക്കെയാണ് തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ പരിസ്ഥിതിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഒരു സസ്യത്തിന്റെയോ ഒരു സസ്തനിയുടെയോ ഒരു മത്സ്യത്തിന്റെയോ പേര് നിങ്ങൾ പഠിക്കുമ്പോൾ, അതിന്റെ ഉപയോഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ മാറിപ്പോകുന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥിയിലേക്കാകും. ഞാൻ നേരത്തെ സംഗീത വിദ്യാർത്ഥിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയതുപോലെ. ഓക്കെ, മറ്റൊരു ആ ചരിത്രത്തിന്റെ ഒരു പിൻപുറാണ് ഇത്. ഹോർത്തൂസ് മലബാറിക്കസിൽ നിന്നുള്ള തെങ്ങിന്റെ ചിത്രമാണ്. ഞാനിത് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് വാൻ റോക്കസ്റ്റൈൻ റീഡ് അച്ചടിച്ചതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ, ആംസ്റ്റർഡാമിൽ നിന്ന് 12 വോളിയങ്ങളെ പുറത്തിറക്കിയതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇട്ടി അച്ചതിന്റെ സംഭാവനകളെ കുറിച്ചോ, അല്ലെങ്കിൽ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ടിന്റെ സംഭാവനകളെ കുറിച്ചോ പറയാനല്ല, അല്ലെങ്കിൽ മഹത്തായ ചിത്രങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനല്ല. ഇതിന് മറ്റൊരു ചരിത്രം കൂടി നിങ്ങളോട് പറയാനുണ്ട്. മലയാള ഭാഷയുടെ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് ഗോവയിലാണ്. ഗോവയിൽ വന്നതിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അബിസീനിയയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് അബിസീനിയയിലേക്ക് അയച്ച ഒരു പ്രസ് ആകസ്മികമായിട്ട് അത് കപ്പൽ ക്ഷാപം വന്നതുകൊണ്ട് അത് ഇവിടെ ചെന്നുപെട്ടു. ഗോവയിൽ അടുപ്പിച്ചപ്പോ ഗോവൻ ഗവർണർ പിന്നെ അത് അബിസീനിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്യോപ്യയാണ്, അവിടേക്ക് വിട്ടില്ല. അപ്പൊ ആ പ്രസ് അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഡോക്ടറിന ക്രിസ്തോവ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് സേവിയറിന്റെ ഒരു പുസ്തകം അച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഡ്രഗ്സിനെ കുറിച്ച്, ഇന്ത്യൻ ഔഷധങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥം പോർച്ചുഗീസുകാരുടെ അച്ചിലാണ് പിറന്നത്, ഗോവ അച്ചിലാണ് പിറന്നത്.
അത് എഴുതി, അതിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഗാർസിയ ഡി ഓർട്ട എന്നാണ് പോർച്ചുഗീസ് നാവികൻ. അദ്ദേഹം ഒരു ക്രിപ്റ്റിക് ജൂ ആയിരുന്നു കേട്ടോ. ക്രിപ്റ്റിക് ജൂ എന്ന് പറഞ്ഞാൽ ഒളിച്ചു താമസിക്കുന്ന ആ കാലത്ത് ജൂതന്മാരെ കൊല്ലുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് അവർ ഒളിച്ചു ക്രിസ്ത്യാനിയായിട്ട് മാറി താമസിക്കുക. അവര് ജൂ ആയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യും, പക്ഷെ അവര് ഒരു ജൂതനാണെന്ന് ആരെ അറിയിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ജൂ ആണെന്ന് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി രണ്ടാമത് വീണ്ടും ഒരു കത്തിക്കുകയൊക്കെ ചെയ്തു ക്രിസ്ത്യാനികൾ. അദ്ദേഹത്തിന്റെ പേര് ഗാർസിയ ഡി ഓർട്ട എന്നാണ്. നമുക്ക് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നതാണ്. അപ്പൊ പോർച്ചുഗീസ് ഇത് മനസ്സിലാകുന്നത് നമുക്ക് അങ്ങനെ ഒരു ചരിത്ര വായനയും കൂടി നമുക്ക് ലഭ്യമാണെന്ന് അർത്ഥം. നോക്കൂ, ഇന്ത്യയുടെ വൈവിധ്യത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറയുന്നത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതായത് നമുക്ക് എത്ര സമ്പത്ത്, എത്ര വൈവിധ്യവും എണ്ണവും 2 വിഷയങ്ങളാണ്. ഒരു കടുവ എന്ന് പറയുന്നത് ഒരു വൈവിധ്യത്തിന്റെ അടയാളമാണെങ്കിൽ പുലി എന്ന് പറയുന്നത് മറ്റൊരു വൈവിധ്യം, അല്ലെങ്കിൽ കാട്ടുപൂച്ച എന്ന് പറയുന്നത് മറ്റൊരു വൈവിധ്യം. അത് വൈവിധ്യത്തിന്റെ അടയാളമാകുമ്പോ എണ്ണം എന്ന് പറയുന്നത് സമ്പത്തിന്റെ അടയാളം കൂടിയാണ്. രണ്ടിന്റെയും കൂടി അടയാളമാണ്. നോക്കൂ, നമ്മുടെ കടുവയുണ്ടല്ലോ, എത്രമാത്രം കടുവകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോ പ്രോജക്ട് ടൈഗർ വെച്ചിട്ടാണ് നമ്മളിപ്പോ കടുവകളെ സംരക്ഷിക്കുന്നത് തന്നെ. മനസ്സിലായില്ലേ? ഓക്കെ, നോക്കൂ, ഇത് മുകളിലേക്ക് തമാശയാണ് കേട്ടോ. ഇന്ത്യ വിട്ടു പോകുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളായിരുന്നു. അതില് ചില നാട്ടുരാജ്യങ്ങൾ ഒരു പഞ്ചായത്തിന്റെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു. ചില നാട്ടുരാജ്യങ്ങൾ വലിയ യൂറോപ്യൻ രാജ്യത്തോളം വലിയ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ തിരുവിതാംകൂറൊക്കെ ഒരുമാതിരി വലിപ്പമുള്ള രാജ്യമായിരുന്നു. തിരുവിതാംകൂർ ആയാലും ഗോളിയാർ ആയാലും ഭരത്പൂർ ആയാലും പാട്യാല ആയാലും അവധ ആയാലും അതൊക്കെ വലിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. 565 നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സ്വതന്ത്രമായപ്പോ ഇന്ത്യക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വി പി മേനോനും പട്ടേലും കൂടി അതിനുവേണ്ടി കഷ്ടപ്പെട്ടതിന്റെ കഥകളൊക്കെ നമ്മുടെ ചരിത്ര ലൈബ്രറി പുസ്തകത്തിലുണ്ട്. നോക്കൂ, അതിന്റെ ഒരു തമാശയും കൂടി പറയാണ്. ഈ നാട്ടുരാജാക്കന്മാര് ഭൂരിഭാഗം പേര് ധൂർത്തരായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ തിരുവിതാംകൂർ രാജാവ് മാത്രമാണ് നല്ലതെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഏറ്റവും നല്ല സ്റ്റേറ്റ് തിരുവിതാംകൂർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടെയുണ്ട്. ശരാശരി 11 ബിരുദം, നമ്മൾ 5.8 ഭാര്യമാർ, ഇവരൊക്കെ ഭയങ്കര സുഖലോലുപരായിരുന്നു. 12.6 സന്താനങ്ങൾ. അത് കടുവയെ കുറിച്ച് അതിന്റെ അകത്ത് 22.9 കടുവകളെ വേട്ടയാടിയിരുന്നതാന്നാ പറയുന്നത്. ഒരു രാജാവേ, അതിൽ ഏറ്റവും ഭരത്പൂർ രാജാവ് 8ാം വയസ്സിൽ കടുവ വേട്ട ആരംഭിച്ചു. 35 വയസ്സാകുമ്പോഴേ അദ്ദേഹം വേട്ടയാടിയ കടുവകളുടെ തോലെല്ലാം തുന്നി ചേർത്ത് കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ അദ്ദേഹം പിരിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അദ്ദേഹം ഉണ്ടല്ലോ, ഈ ഭരത്പൂർ രാജാവ് ഹാർഡിംഗ് പ്രജു അദ്ദേഹത്തിന് സന്ദർശനത്തിനായിട്ട് വന്നപ്പോ കൊലേദിയോ നാഷണൽ പാർക്ക് ആയിരിക്കണം അദ്ദേഹം അവിടെ വേട്ടയാടിയത്. 1 മണിക്കൂറിനുള്ളിൽ 4432 താറാവുകളെ വെറും 3 മണിക്കൂറിനുള്ളിൽ വേട്ടയാടി എന്നുള്ളത് ഗോളിയാർ രാജാവ്. ഭരത്പൂർ രാജാവ്. അത്രയധികം സമ്പത്തുള്ളതായിരുന്നു നമ്മുടെ വൈവിധ്യവും നമ്മുടെ ജൈവ സമ്പത്ത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഈ കരയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നെൽപ്പാടങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ. ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് യേൽ യൂണിവേഴ്സിറ്റിയോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയോ ഒന്നും അല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ്. ഏറ്റവും നല്ല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് അമ്മയാണ്. രണ്ടാമത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നെൽപ്പാടങ്ങളാണ്. അവിടുത്തെ ഏറ്റവും നല്ല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനാണ്. കുട്ടികൾക്ക് അത് അറിയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു അടുക്കള നല്ല സർവകലാശാലയാവുന്നത്? ഒന്നുമില്ല. അമ്മ നല്ല വൈസ് ചാൻസലർ ആകുന്നതും, ഒരു സർവകലാശാല എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറയാം. അതിനകത്ത് ഫിസിക്സ് പഠിപ്പിക്കും, രസതന്ത്രം പഠിപ്പിക്കുമായിരിക്കും, കണക്ക് പഠിപ്പിക്കുമായിരിക്കും, മറ്റേ സ്പോർട്സ്, കലാകായിക ഇനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇടത്തെയാണ് നമ്മൾ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അടുക്കള ഒരു സർവകലാശാലയാണ്. അവിടെ അമ്മ എന്ന് പറയുന്ന വൈസ് ചാൻസലറുടെ കീഴിൽ ഒരു ട്രഡീഷണൽ നോളജ് ഉണ്ട്. പരമ്പരാഗതമായ അറിവുകളുടെ അമ്മയുടെ കൈവശമുണ്ട്. അതൊരു ട്രഡീഷണൽ നോളജിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏറ്റവും നന്നായി വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിഥി വന്നാൽ പോലും അമ്മയ്ക്ക് ഭയമില്ലല്ലോ. എത്ര മനോഹരമായിട്ടാണ് അമ്മ കൈകാര്യം ചെയ്യുന്നത്. അതൊരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. അമ്മ അച്ചാർ ഉണ്ടാക്കുന്നു. 3 മാസം നമുക്ക് ലഭിക്കുന്ന മാങ്ങ കൊണ്ട് അടുത്ത ഒരു കൊല്ലത്തേക്ക് കൂടി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് എ പ്രിസർവേഷൻ മെത്തേഡ്. നമ്മൾ നാളേക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഒരു കെമിസ്ട്രി ലാബ് കൂടിയാണ് അമ്മയുടെ അടുക്കള. പാല് തൈരാക്കാനും മോരാക്കാനും ഒക്കെ പഠിപ്പിച്ചത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒന്നും അല്ലല്ലോ. അതിൽ ഈ ശാസ്ത്രജ്ഞന്മാർ അതിന്റെ തത്വങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മുടെ അടുക്കളയിൽ തൈരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊരു കെമിക്കൽ ലാബാടേ. അപ്പൊ അവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ടേ.
നമ്മൾ കുടംപുളി അതിന്റെ മേലേക്ക് ഇട്ട് ഉണക്കാറില്ലേ? അത് പുക ചെന്നാൽ ഫീനോൾ ഉണ്ടാവില്ലേ? ഫീനോൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആവില്ലേ? അങ്ങനെയുള്ളത് അതൊരു ട്രഡീഷണൽ നോളജ് അല്ലേ, പരമ്പരാഗതമായ അറിവല്ലേ, അറിവാണ്. അതുകൊണ്ട് അടുക്കള ഒരു സർവകലാശാലയാണെന്ന് ഞാൻ പറയും. രണ്ടാമത്തെ, ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത് ഞാൻ പറയുന്നത്, ഇത് എന്റെ വീടിന്റെ താഴെയുള്ള പാടാണ്, എനിക്ക് പരിചയമുള്ള സ്ത്രീകളാണ് അവിടെ കൊയ്യുന്നതും ഒക്കെ. ഞാൻ പറയുന്നത് നെൽപ്പാടങ്ങളാണ് ഏറ്റവും വലിയ സർവകലാശാല എന്ന് ഒന്നുകൂടി ആവർത്തിച്ചു പറയും. ഇവിടെയുണ്ട് പരമ്പരാഗതമായ അറിവുകൾ. ഏറ്റവും വലിയ സർവകലാശാല നെൽപ്പാടങ്ങളാണെന്ന് പറയുന്നതിന്റെ കാരണം ഏറ്റവും വലിയതെന്ന് വെച്ചാൽ, ഞാൻ രണ്ടാമത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫറൻസ് അനുസരിച്ച് തിരഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും രണ്ടും ഏറ്റവും വലിയതെന്ന് പറയും. നോക്കൂ, ഭാഷ ഏറ്റവും നന്നായിട്ട് കർഷകന്റെ ഭാഷയല്ലേ ലോകത്തിലെ നമ്മുടെ ഇവിടുത്തെ ഭാഷ. നോക്കൂ, ഇതൊക്കെ എന്റെ നാട്ടിൽ കാണുന്ന മീനുകളുടെ പേരുകളാണ്. ഇന്ന് ഈ പേരുകൾ ലഭ്യമല്ല. കൃഷി നിന്നുപോയതോടെ, അല്ലെങ്കിൽ ഊർജിത കൃഷി വന്നതോടെ, അല്ലെങ്കിൽ അത്യന്താധുനിക രീതിയിൽ കൃഷി വന്നതോടെ പല വാക്കുകളും നമ്മുടെ നിഘണ്ടുവിൽ നിന്നും, മലയാള ഭാഷയുടെ നിഘണ്ടുവിൽ നിന്നും അല്ലെങ്കിൽ പദസഞ്ചയത്തിൽ നിന്നും എന്നേക്കുമായി അന്യം നിന്നും. കയ്യാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അറിയാം. നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചോദിക്കൂ, കയ്യാണി എന്ന് പറഞ്ഞ വാക്കറിയോ? വരമ്പ് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ. മതിമുറി എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ. കാല എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ. കറ്റ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ. കുരിപ്പ എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ. അങ്ങനെ അറിയാത്ത വാക്കുകളുടെ ഒരു നീണ്ട നിരയുണ്ടെന്നുള്ളതാണ്. നോക്കൂ, ഈ വാക്കുകൾ കാർഷിക സംസ്കാരം ഇല്ലാതാവുന്നതോടുകൂടി, കൃഷി കുറഞ്ഞത് കൊണ്ടാണ് ഈ വാക്കുകൾ ഇല്ലാതായത്. ഇത് എന്റെ നാട്ടിൽ കാണുന്ന മത്സ്യങ്ങളുടെ പേരുകളാണ്. ഈ നാടൻ പേരുകൾ ഇപ്പോൾ പ്രയോഗത്തിലേ ഇല്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇവയിൽ പലതും ഇല്ലാതായിരിക്കുന്നു, ഉള്ള ജീവിക്കല്ലേ പേര് വരാൻ പറ്റുള്ളൂ. രണ്ടാമത്, നമ്മുടെ വിദേശ മത്സ്യങ്ങൾ ഇവിടെ പ്രചരണം നടത്താൻ തുടങ്ങിയതോടെ ഇപ്പൊ കുട്ടികൾക്ക് കട്ട്ല അറിയാം, റോഹു അറിയാം, മൃഗാൾ അറിയാം, തിലാപ്പി അറിയാം, ആസാം വാള അറിയാം, പലതും അറിയാം. നോക്കൂ, അവർക്ക് നമ്മുടെ നാട്ടിലെ പൂളാൻ അറിയില്ല, കരിക്കണ അറിയില്ല, കോലാനെ അറിയില്ല, തുപ്പലാങ്കുത്തി അറിയില്ല, തൊണ്ടി അറിയില്ല, വൈമ്പരൽ അറിയില്ല, വട്ടം അറിയില്ല. ഒന്ന്, അവർക്ക് കാണാൻ കിട്ടുന്നില്ല. രണ്ട്, കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ കുട്ടികളെ അടുപ്പിക്കുന്നില്ല. ജൈവ വൈവിധ്യത്തിന്റെ ശോഷണം ഭാഷയുടെ ശോഷണത്തിന് കാരണമാകുന്നു എന്ന് നമ്മുടെ എറിക് തോംസൺ എന്ന് പറഞ്ഞ വടക്കേ അമേരിക്കയിൽ ഗവേഷണം നടത്തിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, വീട്ടിലെ മാവ് ഇല്ലാതായി കഴിഞ്ഞാൽ മുത്തശ്ശി കഥകളും മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളും പാട്ടുകളും ഇല്ലാതാവില്ലേ? മുരുകൻ കട്ടാക്കടയുടെ അല്ലേ ഒരു കവിത, മാവിലെ കുഞ്ഞാറ്റ മുട്ടയിട്ടൊരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങു കഴിഞ്ഞു പോയല്ലോ. അയാൾ അങ്ങനത്തെ കവി അങ്ങനെ പാടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ വീട്ടിലെ മുറ്റത്തെ മാവ് പോകുന്നതോടുകൂടി മുത്തശ്ശി കഥകൾ കൂടി ഇല്ലാണ്ടാണ്. മറ്റൊന്ന്, പരമ്പരാഗതമായ ഭാഷ മാത്രമല്ല, സംഗീതം ഉണ്ടാക്കിയതും ഞാൻ ഈ പറയുന്ന ഒരു എന്താ പറയാ, സംഗീതം ഉണ്ടായതും ഒരുപക്ഷെ അതിനൊരു താളബോധം വന്നതും മനുഷ്യന്റെ അധ്വാന ഭാരം കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതിന്റെ ആസ്വാദനം, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പിന്നീട് മനുഷ്യൻ അത് രൂപപ്പെടുത്തിയതാവും. അതൊരു ഉയർന്ന ഭൗതിക നിലവാരത്തിലുള്ള ആളുകൾ അവർക്ക് ശാസ്ത്രീയമായി അത് ചിട്ടപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പാട്ടിന്റെ ഉത്ഭവം എപ്പോഴും പാണന്മാരുടേതാണെന്ന് പറയാറുണ്ട്. പാട്ട് കണ്ടുപിടിച്ചത് തന്നെ പാണനാന്ന് പറയാറുണ്ട്. ഞാൻ നോക്കിയിട്ട് എന്റെ നാട്ടിലെ കർഷകരായിരിക്കണം ആദ്യമായി പാട്ട് പാടിയിട്ടുണ്ടാവുക. മനുഷ്യൻ 2,50,000 വർഷത്തെ പഴക്കമുണ്ടല്ലോ പരിണാമത്തിന്റെ. ആ അത്രയും പഴക്കത്തിന് എവിടെയോ ഏതോ ഒരു കാലത്ത് അവൻ കൃഷി കണ്ടുപിടിച്ചിട്ട് 10,000 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ. കൃഷി കണ്ടുപിടിച്ചതിന് ശേഷമാണ് മനുഷ്യൻ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നൊമാഡിക് എന്നാണ് പറയുക. അയാൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ഇപ്പോഴും ആ സ്വഭാവമുണ്ട്. മനുഷ്യൻ എന്തുകൊണ്ടാണ് യൂറോപ്പിലോ ആഫ്രിക്കയിലൊക്കെ പോകുന്നത്? അവർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നൊമാഡിക്കാണ്. മനുഷ്യനാണ് കെട്ടിയിട്ട് ജീവിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കൃഷി കണ്ടുപിടിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടതും, നമുക്ക് വിശക്കാൻ തുടങ്ങിയത് കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം. അതും കൂടി അറിയണം കേട്ടോ. നമുക്ക് വിശക്കാൻ തുടങ്ങിയത് അതിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് വിശക്കുന്നത്? 3 നേരം വിശന്നിരുന്നോ? ഇല്ലല്ലോ. നമ്മുടെ പൂർവികർക്കൊന്നും 3 നേരം വിശന്നിട്ടൊന്നുമില്ല. നമ്മൾ കൃഷി കണ്ടുപിടിച്ചു, ഭക്ഷണം സർപ്ലസ് ആയി, അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യത്തിന് ലഭ്യമാകുന്നതായി. അപ്പൊ നമ്മളൊരു ഡോക്ടർ പറഞ്ഞു, പ്രവീൺ ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ടാവും, നേരത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഡോക്ടറെ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരുന്നില്ല മനുഷ്യൻ. അങ്ങനെ 6 മണി 12 മണി 9 മണി അതിക്ക് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് കഞ്ഞവെള്ളം തണുത്ത വെള്ളം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മനുഷ്യന്റെ ആരോഗ്യം ഏറ്റവും നന്നായിരുന്നത് അവൻ വിശന്നപ്പോ ഭക്ഷണം. ലോകത്തിൽ ഒരു ജീവിയും വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യനൊഴിച്ച്. മനുഷ്യന് മാത്രമാണ് ഭക്ഷണം കൊണ്ട് അസുഖം വരുന്ന ഒരേ ഒരു ജീവി മനുഷ്യനായിരിക്കും. നോക്കൂ, അപ്പൊ കൃഷി കണ്ടുപിടിച്ചതോടുകൂടിയായിരിക്കാം മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവുക. പാട്ടുകൾക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. താളബോധം ഉണ്ടാക്കുമ്പോൾ അധ്വാനത്തിന്റെ ഭാരം കുറയുക എന്ന് മാത്രമല്ല, അറിവുകൾ അടുത്ത തലമുറയിലേക്ക് എളുപ്പം പകരാനായിട്ട്. ഇപ്പോഴും നമ്മൾ 10 ഉപനിഷത്തിന്റെ പേര് കണീശൻ, കടങ്കേനം, മുണ്ടകം, മണ്ടൂക്കി, ഐതരാരണ്യം, ബൃഹദാരണ്യം എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരത് 4 വലിയ ശ്ലോകമായിട്ടല്ലേ പറയാ.
ആയുർവേദത്തിലെ പല ട്രീറ്റ്മെന്റുകളെ കുറിച്ച് ശ്ലോകത്തിന്റെ രൂപത്തിൽ പറയുന്നത് സംഗീതം പെട്ടെന്ന് അത് കൈമാറ്റം ചെയ്യും, അടുത്ത തലമുറയിലേക്കും പഠിതാക്കളിലേക്കും കൈമാറ്റം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് കുട്ടികളോട് പറയാറ്, ഇപ്പൊ പാടത്ത് കറ്റ കിടക്കണോ അല്ലെങ്കിൽ നടിയിൽ നടക്കുന്നു, അധ്വാനമുള്ള പണിയാണ്. ചെളിയിൽ കാല് വലിക്കുക എന്നുള്ളത്. ഞാനൊരു കർഷകൻ കൂടിയാണ്, എനിക്കൊരു ശാസ്ത്രജ്ഞൻ എന്നുള്ള പേര് എടുത്തില്ല കേട്ടോ. ഞാനൊരു ക്ലർക്കായിരുന്നു, ഗോമസ്തനാണ്. ഞാൻ പാടത്ത് കൃഷി ചെയ്യുന്ന ആളാ. എന്നെ സംബന്ധിച്ച് അധ്വാനത്തിന്റെ ഭാരം എപ്പോഴും കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ചെളിയിൽ കാല് വലിച്ച് നടക്കാന്നുള്ള അത്ര എളുപ്പമല്ല. അത് ആര് വലിച്ചാലും എളുപ്പമല്ല. അപ്പൊ നമ്മളൊരു പാട്ടൊക്കെ പാടും അവിടെ. പക്ഷെ നമ്മളിപ്പോ മൗലി മണി ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് ആ പാടത്തെ കറ്റ അവിടെ പോകുന്നു. അത് അവിടെ തന്നെ കിടക്കലേ ഉണ്ടാവുള്ളൂ. അതേസമയം രാരിക്കൻ്റെ രേരോ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടേ, എടി വെട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടും. അതിന്റെ താളബോധം മനുഷ്യന്റെ അധ്വാന ഭാരം പകുതി കുറയ്ക്കുമെന്നാണ് ഞാൻ പറയുക. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ തടി വരിക്കുന്നവര് അവർ ശാസ്ത്രീയ സംഗീതമല്ലല്ലോ പാടുക, എന്തോരോ മഹാനുഭവമല്ലല്ലോ പാടുക, ഐലസ് എന്നായിരിക്കും പാടുക. നോക്കൂ, മനുഷ്യന്റെ ഒരു കലാസ്വാദനം തുടങ്ങുന്നത് നമ്മുടെ നെൽപ്പാടങ്ങളിൽ നിന്നോ കർഷകന്റെ നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും. ഭാഷയെ സമൃദ്ധിയായി, ഭാഷയെ ഭംഗിയായി നിലനിർത്തുന്നത് എനിക്ക് തോന്നുന്ന കർഷകന്റെ സർവകലാശാല എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് നെൽപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, ഭാഷാ വകുപ്പ്, സംശയമില്ലല്ലോ. നോക്കൂ, ഏറ്റവും നല്ല കാർഷിക സർവകലാശാല ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അവർ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. സമൂഹത്തിന് അവർ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നിസ്സംശയം പറയാം. അപ്പോഴും ഞാൻ പറയും, നോക്കൂ, കൊച്ചി രാജ്യം എന്ന് പറയുന്നത് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ചെറിയൊരു രാജ്യമാണ്. കേരളം എന്ന് പറയുന്ന രാജ്യത്തെ പെരിയാറിനും ഭാരതപ്പുഴയ്ക്ക് ഇടയ്ക്കുള്ള ഒരു രാജ്യത്തിന്റെ ചെറിയ നാട്ടുരാജ്യത്തിന്റെ പ്രിൻസിലി സ്റ്റേറ്റിന്റെ പേരാണ് കൊച്ചി. കൊച്ചിയിൽ തന്നെ എത്രയാ നെൽവിത്തുകൾ ഉണ്ടായിരുന്നെന്നറിയും. നമ്മളത് ഹൈ ഈൽഡിങ് വെറൈറ്റിയിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളത് പരിമിതിയാണ്. അത് പരിമിതിയാണ് കേട്ടോ, അതൊരു നേട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് ജീരകശാല ഉണ്ടായിരുന്നു, നവര ഉണ്ടായിരുന്നു, തെന്നൽ തൊട്ടി ഉണ്ടായിരുന്നു, ഉണ്ണിക്കൈമ ഉണ്ടായിരുന്നു, കൈമ ഉണ്ടായിരുന്നു, കുറുവ ഉണ്ടായിരുന്നു, തവളക്കണ്ണൻ ഉണ്ടായിരുന്നു. നെൽവിത്തിനങ്ങളുടെ കർഷകന്റെ പരീക്ഷണശാലയാണ് നെൽപ്പാടങ്ങൾ. പലതരത്തിലുള്ള വിത്തുകൾ പല വട്ടങ്ങളിൽ അയാൾ പരിശോധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചതോ ഒരു അദൃശ്യ ശക്തി നമുക്ക് തന്നതോ ഒന്നുമല്ല. എത്ര കാലങ്ങളായി അയാൾ പരിശോധിക്കുന്നു. നോക്കൂ, പക്ഷികളുടെ പർദീസയാണ് ഇത് എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടാണ്. കൊയ്ത്ത് കഴിഞ്ഞപ്പോ ഒരുപാട് പക്ഷികൾ വരികയും വിരുന്ന് വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളൊരു മൈഗ്രേറ്ററി ലാൻഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വിരുന്ന് വരുന്ന ഒരു ഇടവും കൂടിയാണ്. ദീർഘദൂരം ആർട്ടിക് ട്രെയിൻ പോലെ ദീർഘദൂരം സഞ്ചരിച്ച് വരുന്നു എന്നല്ല. കൊയ്ത്ത് കഴിയുമ്പോൾ എന്റെ പാടത്ത് വരും, മറ്റൊരു കൊയ്ത്താവുമ്പോ അവിടേക്ക് പോകും. കർഷകന്റെ പ്രണയ സ്ഥലങ്ങൾ കൂടിയാണ്, മത്സ്യങ്ങളുടെ പ്രണയ സ്ഥലങ്ങളാണ്. ഇപ്പൊ ആരിൽ പരച്ചുരാതെ കവിതയിൽ പാടുന്നില്ലേ, വെയിലെരിഞ്ഞ വയലിലന്നു കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ ഞാൻ ഒടിച്ച കതിരു പങ്കിട കൂടണഞ്ഞ പെൺകിടാവു നീ. എത്ര മനോഹരമായിട്ടാണ്. നമ്മുടെ നെൽപ്പാടങ്ങൾ പ്രണയകേന്ദ്രങ്ങൾ കൂടിയാണ്. മത്സ്യങ്ങൾ മനുഷ്യന്റെ മാത്രമല്ല, പക്ഷികളുടെ മാത്രമല്ല, മനുഷ്യന്റേതുമായിരുന്നു. നമ്മളെന്താണ് സുഭാഷ് പാർക്ക് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരപ്പുറപ്പ് കണ്ടുപിടിച്ചത്? എന്റെ നാട്ടിലുള്ളവരൊക്കെ അവിടെയൊക്കെയാണ് പ്രേമിച്ചത്. മനസ്സിലായി? ഓക്കെ, അടുത്തത് നമ്മൾ പറയാ എന്താ വെച്ചാൽ, എന്റെ നാട്ടിൽ നെഹ്റു സ്റ്റേഡിയം നെൽപ്പാടാണെന്നേ. ഇത് എന്റെ നാട്ടിലെ കുട്ടികളാണ്. ഇവരൊക്കെ വലിയ കുട്ടികളായി. ഇപ്പോ ഇത് 2018 ഒറ്റെടുത്ത ചിത്രമാണ്. ഇവരൊക്കെ വലിയ കുട്ടികളായി. ചിലരുടെ കല്യാണവും കഴിഞ്ഞു. എന്റെ നാട്ടിൽ നെഹ്റു സ്റ്റേഡിയമാണ് നെൽപ്പാടം. അവര് വേറെ എവിടെ കളിക്കുക? അവർക്ക് ഒഴിഞ്ഞു കിട്ടുന്ന നെൽപ്പാടം. ഇതിനെ ഞാൻ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി എന്നാണ്. എത്ര ധർമ്മങ്ങളാണ് ഒരു നെൽപ്പാടം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ നമുക്ക് ചെയ്തു തരുന്നത്. എത്രയാ ഞാൻ പറഞ്ഞത്? അതിൽ ഒരെണ്ണം കൂടി ഞാൻ ചേർത്തിരിക്കുന്നു. എന്റെ നാട്ടിലെ കുട്ടികളുടെ, എന്റെ വളർന്നു വരുന്ന തലമുറയുടെ സ്റ്റേഡിയമാണ്. ഓക്കെ, ഇനി 2018 നമുക്ക് പ്രളയം ഉണ്ടായി. എന്തുകൊണ്ട് പ്രളയം ഉണ്ടായി? 2018 പ്രളയം ഒരു 20 കൊല്ലം മുമ്പാണെങ്കിൽ വെള്ളം പൊങ്ങും, പക്ഷെ ആരും മുങ്ങൂലായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. നെൽപ്പാടങ്ങൾ നമ്മൾ തണ്ണീർ കുടങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഈ തണ്ണീർ കുടങ്ങളിലാണ് വെള്ളം പിടിച്ചു വെക്കുക. നിങ്ങളൊരു ബലൂണിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ബലൂണില് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ വെള്ളം പുറത്തേക്ക് ആടാൻ ശ്രമിക്കില്ല. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നോക്കൂ, അതേപോലത്തെ ഒരു വലിയ പ്രശ്നം, നമ്മളൊരു കുടം വെള്ളം തലയിൽ വെച്ചിരുന്ന സ്ഥിതി എന്തായിരിക്കും?
അത്രയും ഭാരം ഭൂമിക്ക് വരുമ്പോ വെള്ളം എവിടേക്കെങ്കിലൊക്കെ ചാടി പോകാൻ നോക്കും. അങ്ങനെയുള്ള ചാടലാണ് നമ്മുടെ ഈ കിണറുകളിൽ അക്യൂഫർ എന്ന് നമ്മൾ പറയാം. അക്യൂഫർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഉറവ എന്ന് പറയില്ലേ, നമ്മുടെ ഉറവകളെ സജീവമാക്കുന്നതും എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടാണ്. ഓക്കെ, നോക്കൂ, ഇത് നമ്മുടെ പ്രളയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവരാ. പ്രളയം ഒരു ഉത്സവകാലം കൂടിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ മഴ ഒരു ഉത്സവകാലം ഒന്നും അല്ലാതിരിക്കുന്നില്ല. ഇതെന്റെ മക്കളാണ്. അവര് 2018 ജൂലൈയിൽ, ഈ 2018 ആഗസ്റ്റ് മാസം പ്രളയം വരുന്നതിന് മുമ്പ് ജൂലൈയിൽ ഒരു പ്രളയം വെള്ളം വന്നിരുന്നു. എന്റെ വീണ്ടും താഴെയൊക്കെ പാടത്തൊക്കെ ആ തണ്ണീർക്കുടങ്ങളെല്ലാം നിറഞ്ഞു. കുട്ടികൾക്ക് ആഹ്ലാദമായി, ആളുകൾ കാണാൻ വന്നിരിക്കുന്നു. വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നോക്കൂ. പക്ഷെ 2018 പ്രളയം എന്ന് പറഞ്ഞത് ഇതാണ്. അന്നമനയുടെ, എന്റെ വീടിന്റെ നാടിന്റെ അടുത്തുള്ള പുഴയാണ് അന്നമനയുടെ. പുഴയിൽ വെള്ളം പൊന്തിയപ്പോ ഞാൻ പോയി എടുത്ത ഫോട്ടോയുടെ, എന്റെ വീട്ടിൽ വെള്ളം കയറില്ല എന്ന് കരുതി ഞാൻ ഫോട്ടോ എടുക്കാൻ നടന്ന ഒരാളാണ്. എന്താ അപകടം വരുമ്പോഴും മനുഷ്യന് അങ്ങനെയാണല്ലോ. എനിക്ക് പറ്റില്ല, ബാക്കിയുള്ളവർക്കൊക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ഷാജി CPയും വിചാരിച്ചു. പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ വീടിന്റെ മേളിൽ കൂടെ വെള്ളം പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടം വന്നില്ല. വെള്ളം മുങ്ങി എങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ ഇരിക്കും, ഞാൻ ഇരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, നെൽപ്പാടങ്ങളുടെ അളവ് കുറഞ്ഞതാണ് നമ്മളെ പ്രളയം. നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യർ പ്രളയഭീതിയിൽ ജീവിക്കേണ്ടി വരും. കേരളത്തിലുള്ളവരെല്ലാവരും പ്രളയഭീതിയിൽ ജീവിക്കേണ്ടി വരും. കാരണം ഒരു മഴയ്ക്ക് വീടിന്റെ അകത്തേക്ക് വെള്ളം കയറും. അടുത്ത മഴ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വരൾച്ച ആരംഭിക്കും. കേരളത്തിലെ MP മാർക്ക് ഡൽഹി പോയിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പ്രളയത്തിന് ഫണ്ട് ചോദിക്കുക, ദുരിതാശ്വാസം ചോദിക്കുക. ആഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് വരൾച്ചയ്ക്കുള്ള സഹായം ചോദിക്കുക. നമ്മുടെ കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ കുളങ്ങൾ. കുളങ്ങൾ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ഞാൻ കുളങ്ങൾ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ കുളങ്ങൾ വലിയ ജൈവ ആവാസ വ്യവസ്ഥയാണ്. കുളങ്ങളിൽ വലിയ ഭക്ഷ്യശൃംഖലയുണ്ട്. അതായത് പുൽച്ചാടി പുല്ല് തിന്നുന്നു, ആ പുൽച്ചാടിയെ തവള പിടിക്കുന്നു, തവളയെ പാമ്പ് പിടിക്കുന്നു, പാമ്പിനെ കഴുകൻ പിടിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഭക്ഷ്യശൃംഖല നിലനിൽക്കുന്നു. അത് വലിയൊരു ആവാസ വ്യവസ്ഥയാണെന്നൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ടാവും. നോക്കൂ, കുളങ്ങൾ വേറൊരു സാമൂഹ്യ ധർമ്മം കൂടി നിർവഹിച്ചിരുന്നു. സാമൂഹ്യ ധർമ്മങ്ങൾ കൂടി നിർവഹിച്ചു. അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് ധാരാളം ഞാൻ 18ാം വാർഡ് എന്ന് പറഞ്ഞൊരു വാർഡിലാണ്. ആ അന്നമനട പഞ്ചായത്തിലെ, തൃശ്ശൂർ ജില്ലയിലെ അന്നമനട പഞ്ചായത്തിലെ 18ാം വാർഡിലെ ഒരു അംഗമാണ് ഞാൻ. എന്റെ നാട്ടിൽ ഏതാണ്ട് 30ഓളം 40ഓളം കുളങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു. 1361 അംഗങ്ങളുള്ള ഒരു വാർഡാണിത്. അതിനകത്ത് 30 40 മേലെ കുളങ്ങളുണ്ടായിരുന്നു. ഈ കുളങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ ധാരാളം കുളിക്കാൻ വരികയും അവിടെ ഇരുന്ന് അവർ പരദൂഷണം പറയുകയും ചെയ്തു. ഞാൻ ആ പരദൂഷണം എന്ന വാക്കിന് ഈ യുവൽ ഹരാരി പറഞ്ഞത് വെച്ച്, മനുഷ്യനെ ഏറ്റവും അടുപ്പിക്കുന്നത് പരദൂഷണമാണ്. നിങ്ങൾ എല്ലാവരും പരദൂഷണം പറയണമെന്നാണ് ഞാൻ പറയാം. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരോടും പറയണം. മനുഷ്യന് പരദൂഷണമാണ്. പരിസ്ഥിതിയിലെ ഏറ്റവും നല്ല രസമുള്ള കാര്യം എന്താ അറിയോ? മനുഷ്യനെ പരദൂഷണം പറയണം. ഇല്ലാച്ച നമുക്ക് സ്നേഹബന്ധം ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും രസകരമായിട്ട് പറയാറുള്ള എന്താ വെച്ചാൽ, കോളേജിലെ ഹിസ്റ്ററി 2 അധ്യാപികമാർ കോളേജ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ 1ാം ലോക മഹായുദ്ധത്തെ 1914-18 1ാം ലോക മഹായുദ്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളായി ജർമ്മനിക്ക് വേഴ്സായി സന്ധി മൂലം നഷ്ടപ്പെട്ട മാന്യത നഷ്ടപ്പെട്ടത് കൊണ്ട് ഹിറ്റ്ലർ അധികാരത്തിൽ വരികയും 2ാം ലോക മഹായുദ്ധം 39-45 വരെ ഉണ്ടാവുകയും അത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും അത് ലോകത്തിന്റെ ക്രമങ്ങളെ ബാധിക്കുകയും അമേരിക്ക വലിയൊരു സാമ്പത്തികത്തെ വരികയും ചെയ്യുന്നു എന്നൊന്നും അല്ല അവർ ചർച്ച ചെയ്യുക. അവർ ചർച്ച ചെയ്യണത് സൂസൻ എടുത്തോണ്ട് വന്ന സാരി നല്ലതായിരുന്നു, പക്ഷെ അവളെ കാണാൻ ഭംഗിയില്ലല്ലോ എന്നായിരിക്കും. അവർ പരദൂഷണാണ്. അവരെ തമ്മിൽ അടുപ്പിക്കുന്നത് പരദൂഷണ എന്ന് പറയാം. നാട്ടുകൂട്ടായ്മകളെ വളർത്തിയിരുന്നത് നമ്മുടെ കുടുംബം ഇതാണ്, എന്താ പറയാ, കുളങ്ങളാണ്. കുളങ്ങൾ ഇല്ലാതായി പോയപ്പോഴാണ് നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ ഇല്ലാതായി പോയതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുളങ്ങൾ നല്ലൊരു ജൈവാവാസ വ്യവസ്ഥയാണ്. മത്സ്യങ്ങളുടെ വേനൽക്കാല വസതികളാണ്. മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നവയാണ്. നാടിനെ നീരൂട്ടുന്ന തണ്ണീർക്കുടങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കി നിൽക്കെ കുളങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ വലിയ സമ്പത്തിന്. ഇത് എന്റെ വീടിന്റെ താഴെ ഉണ്ടായിരുന്ന ഒരു കുളമാണ്. ഇത് മുങ്ങിപ്പോയി കേട്ടോ. ഇത് മുങ്ങിപ്പോയി. ഇത് ജീവാശ്മമാണെന്നാണ് ഞാനിപ്പോ പറയാം. അടുത്തതാണ് നമ്മുടെ കാവുകൾ എന്ന് പറയുന്നത്. സേക്രഡ് ഗ്രൂവ്സ് എന്നാണ് നമ്മൾ പറയുക. ആരെങ്കിലും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. കാവ് എന്ന വാക്കിന്റെ അർത്ഥം കന്യക എന്നാണ് കേട്ടോ. മഹാകവി P. കുഞ്ഞിനായരുടെ തന്നെ ഒരു കവിതയിലില്ലേ, തെന്നൽ കന്യതൻ പേര് ചോദിച്ചു കുഞ്ഞിക്കാവെന്ന് മന്ദമുരച്ചു എന്നാണ്. തെന്നൽ കന്യതൻ പേര് ചോദിച്ചു കുഞ്ഞിക്കാവെന്ന് മന്ദമുരച്ചു എന്നാണ്. ഋതുമതിയാകാത്ത പെൺകുട്ടിയാണ് നമ്മൾ കാവെന്ന് വിളിക്കുക. സാധാരണ ബ്രാഹ്മണ സ്ത്രീകളെയൊക്കെ അങ്ങനെ കാവെന്ന് വിളിക്കും. രാധക്കാവ്, ഗീതക്കാവ്, ഞങ്ങളുടെ അമ്മയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഓക്കെ, കാവുകൾ എന്ന് പറയുന്നത് ജൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ, അത് വെച്ചാൽ ബോട്ടണി സസ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുടെ പർദീസയാണെന്നൊക്കെ പറയാറുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് പാമ്പുകളൊക്കെ സുരക്ഷിതമായി, നമ്മൾ പാമ്പുകളെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്ന ആളുകളാണല്ലോ നമ്മള്.
പക്ഷെ പാമ്പുകൾക്കൊക്കെ സുരക്ഷിതമായ ഒരു താവളം നമ്മൾ നൽകിയിരുന്നു. അവർക്ക് നമ്മുടെ ജൈവ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ആരാധനയായിട്ടും മറ്റുമൊക്കെ നമ്മള് കാവുകളെ, മനുഷ്യൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കുടിയേറിയപ്പോഴും ഒരു തുണ്ട് കാട് അവൻ സംരക്ഷിച്ചിരുന്നു. നമുക്കൊരു കാട് സംരക്ഷിക്കണമെങ്കിൽ ഒരു DFO, അതിന്റെ താഴെ ബീറ്റ് റേഞ്ച് ഓഫീസർ, അതിന്റെ താഴെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, കുറഞ്ഞത് 5 ഗാർഡെങ്കിലും വലിയ തുക ചെലവുള്ളപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ അത് ചില നല്ലതിനുള്ള ചീത്ത വഴികളാണെന്ന് കരുതിയാൽ മതി. നല്ലതിനുള്ള ചീത്ത വഴികളാണെന്ന് കരുതിയാൽ പോലും കാവുകളെ സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ കുളങ്ങളിൽ കിണറുകൾ വറ്റാതിരിക്കും. ചിലയിടങ്ങളിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ കാവുകളിൽ ഉയരമുള്ള മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ പരുന്തുകൾ പോലുള്ള ചില പക്ഷികൾക്ക് മുട്ടയിടാനും മറ്റുമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാ പറയുന്നത്. കാവുകൾ അന്യം നിന്നതോടെ അത്തരത്തിലുള്ള പക്ഷികൾക്ക് മുട്ടയിടാൻ പറ്റാതെ വരികയും അവ പതിയെ പതിയെ വംശനാശത്തിലേക്ക് നീളുകയും ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മാത്രല്ല ഏറ്റവും നല്ല മനുഷ്യൻ വിശ്വാസത്തിന്റെ പുറത്ത് കാട് സംരക്ഷിക്കുന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എത്ര ചെലവ് നമുക്കുണ്ട്, ഇത് ആകെ കൂടി ഒരു വിശ്വാസം മാത്രം മതി, മനസ്സിലായില്ലേ? മാത്രല്ല ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് കാവുകൾ എന്നാണ് പറയാ. ശവന്നാറി പോലുള്ള ചില സസ്യങ്ങൾ അതൊക്കെ ഔഷധം. ഞാൻ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു വേള അടുത്ത തലമുറയ്ക്ക് എയ്ഡ്സിന് വരെ ഔഷധമായേക്കാവുന്ന സസ്യങ്ങൾ നമ്മുടെ കാടുകളിലോ കാവുകളിലോ ആണ് ശേഷിക്കുന്നത് അർത്ഥം. ഇനി നമ്മുടെ കാട് മൊത്തം നമ്മൾക്ക് വെട്ടിവിറ്റാലും സ്വന്തം ഒരു വീട്ടിലുള്ള കാവ് ഒരു പ്രതിരോധത്തിന്റെ വിത്താണെന്നാണ് ഞാൻ പറയുക. കാവുകളിൽ അതിക്രമിച്ച പഴയ കാലത്തെ നിയമങ്ങൾ എത്ര ടാബൂസ് എന്ന് കേട്ടിട്ടില്ലേ? ഊരുവിലക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു നാട്ടുകൂട്ടത്തിന്റെ നിയമങ്ങൾ, അതിന് നമ്മൾ ടാബൂസ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള നിയമങ്ങൾ എത്ര ശക്തിയോടെയാണ് കാവുകൾ സംരക്ഷിച്ചതെന്നറിയോ? അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന ഇരിങ്ങോൾ കാവായാലും മുക്കത്തല കാവായാലും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കലശമല കാവായാലും ഈ കാവുകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പഴയ തലമുറ നിലനിർത്തിയിരിക്കുന്ന ചില പരമ്പരാഗത വിശ്വാസങ്ങളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. കാവിൽ അതിക്രമിച്ച് കടന്നതിന് പാർവതി ശാപമേറ്റ് ഇളയെന്ന പെണ്ണായി തീർന്ന കുമാരന്റെ കഥ ഇതിഹാസങ്ങളിലുണ്ട്. കാവിൽ അതിക്രമിച്ച് കടന്നതിന് ഊരുവിലക്ക് കൽപ്പിക്കപ്പെട്ട വയനാട്ടു കുലവന്റെ പാട്ട് തോറ്റംപാട്ടുകളിലുമുണ്ട്. എന്ന് വെച്ചാൽ ടാബൂസ് എല്ലാം തന്നെ വളരെ ശക്തമായതാണെന്ന് അർത്ഥം. അങ്ങനെ നമ്മൾ സംരക്ഷിച്ചതാണ് ഈ കാവുകൾ. കാവുകൾ നല്ലൊരു ജൈവ ആവാസ വ്യവസ്ഥയാണ്. കാവുകൾ പക്ഷികളുടെ പർദീസയാണ്. സർപ്പങ്ങളടക്കമുള്ള ജീവികൾ അതിൻ്റെ അകത്താണ്. നമ്മളൊരു മിനി ജൈവ ആവാസ വ്യവസ്ഥയാണ് കാവുകൾ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, കാവുകൾ അങ്ങനെ. അടുത്ത കാടുകളാണ്. ഇത് ഞാൻ ഇടുക്കിയിൽ നിന്ന് എടുത്ത ചിത്രമാണ്. ഞാൻ ഇടുക്കിയിൽ കഴിഞ്ഞ മാസം ഇടുക്കിയിലുണ്ടായിരുന്നു, അപ്പൊ എടുത്ത ചിത്രമാണ്. ഈ FAന്റെ ഒരു നിർവചനമുണ്ട് കാടിനെ കുറിച്ച് കേട്ടോ. ഫോറസ്റ്റ് ഈസ് എനി ലാൻഡ് ഓഫ് വെജിറ്റേഷൻ അസോസിയേഷൻസ് ഡോമിനേറ്റഡ് ബൈ ട്രീസ് വിച്ച് എക്സർട്സ് ആർ ഇൻഫ്ലുവൻസ് ഓൺ ദ ലോക്കൽ ക്ലൈമറ്റ് ആൻഡ് വാട്ടർഷെഡ് ആൻഡ് ദാറ്റ് വിച്ച് ഹാർബർ ദ വൈൽഡ് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. അതാണ് അതിന്റെ ഒരു നിർവചനം, ഫോറസ്റ്റിന്റെ നിർവചനമാണ്. Forest is any land of vegetation associations dominated by trees which exerts an influence on the local climate and watershed and that which harbor the wildlife and livestock. ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇത്തിരി സ്പീഡിലാണ്. ഞാൻ ചെറിയ മനുഷ്യനാണെങ്കിൽ സ്പീഡ് കൂടുതലാണ്. ചെറിയ മനുഷ്യർക്കൊക്കെ സ്പീഡ്, സ്മോൾ തിങ്സ് ആർ നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ആൾസോ സ്പീഡ്ഫുൾ എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കൂ, ഒരു പ്രദേശം സസ്യങ്ങളാൽ സമ്പന്നം, അതിൽ തന്നെ മരങ്ങൾ അതിനിബിഡവും തനത് പ്രദേശത്തെ കാലാവസ്ഥയിലോ ജലലഭ്യതയിലോ ഗണ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും വന്യമൃഗങ്ങൾ അടക്കമുള്ള ജീവികളെ കൂറ്റുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്കാണ് നമ്മൾ കാറ്റെന്ന് പറയുക, കാട് എന്ന് പറയുക. അതിന്റെ അകത്തൊരു ഡെഫിനേഷൻ്റെ അകത്തൊരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ടേ. വന്യമൃഗങ്ങൾ അടക്കമുള്ള എന്ന് വെച്ചാൽ നമ്മളും അടക്കമുള്ള ജീവികൾ എന്നാണ് അർത്ഥം കേട്ടോ. അതിന്റെ അകത്തുള്ള ആദിവാസി സമൂഹങ്ങളും നമ്മൾ ഈ പറയുന്ന കാടിന്റെ നിർവചനത്തിനകത്ത് വരും. എത്നിക് ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ പറയുക. അവർ കൂടി ഇതിന്റെ അകത്ത് സംരക്ഷിക്കപ്പെടേണ്ടവരും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ടവർ കൂടിയാണ്. ഇത് എരവികുളം ദേശീയ ഉദ്യാനത്തിലെ പലതരത്തിലുള്ള കാടുകൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, അതിൽ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, മൊട്ടക്കുന്നുകൾ തുടങ്ങി തിരുനെൽവേലി ഫോറസ്റ്റ് ഷെപ്പ് വരെ പ്രത്യേകതരം ഒരു ആവാസ വ്യവസ്ഥ കൂടി നമുക്കുണ്ട്. ഞാൻ പശ്ചിമഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നിരവധി ജൈവജാലങ്ങളെ പോറ്റുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജലം അടുത്ത കാലത്തേക്ക് കൂടി ഒഴുക്കി തരുന്ന ഒരു ആവാസ വ്യവസ്ഥയെ കാട് നിലനിൽക്കുന്നു. നമ്മളുടെ സംസ്കാരത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം. പശ്ചിമഘട്ടം ഇല്ലാച്ച നമ്മുടെ മൺസൂൺ കാറ്റ് എവിടെ പോയി തടയും. ഓക്കെ, ഇത് ഞാൻ ഇടുക്കിയിൽ നിന്ന് എടുത്ത ചിത്രമാണ് കേട്ടോ. ഇടുക്കിയില്
നോക്കൂ, നമ്മുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് കാടുകളും കരകളും ചേർന്ന് കാടും പുഴകളും ചേർന്ന് നമുക്ക് തരുന്ന ആവാസ വ്യവസ്ഥകളുടെ ജീവജാലങ്ങളുടെ ഇങ്ങനെ ഒരു കണക്ക് ചിലപ്പോൾ നമുക്ക് വനം വകുപ്പിന്റെ ഒക്കെ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 101 സസ്തനികളുണ്ട്, 540 പക്ഷികളുണ്ട്, 200 നമ്മൾ ആ പാമ്പ് കരണേ ഒന്നും അല്ലിയും മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. 201 ഊരകങ്ങളുണ്ട്, പാമ്പ് കരണ ഓന്ത് പല്ലി പോലുള്ള 186 തവളകളുണ്ട്, 196 ശുദ്ധജല മത്സ്യങ്ങളുണ്ട്, 326 പൂമ്പാറ്റകളുണ്ട്. ഈ കണക്കുകളൊന്നും തന്നെ നമ്മള് എന്താ പറയാ, ഇത് അവസാനത്തെ വാക്കൊന്നുമല്ല കേട്ടോ. നാളെ ഒരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ച് ഒരെണ്ണം കൂടി കൂടും. അപ്പൊ ആ ഷാജി പൊട്ടൻ എന്തെല്ലോ പറഞ്ഞൊന്നും പറയരുത് കേട്ടോ. അപ്പൊ 135 ക്രാബ്സുകളുണ്ട്, ഇനിയും കണ്ടുപിടിക്കാൻ കിടക്കുന്നു. ഇനിയും പഠനം കുട്ടികൾക്കൊക്കെ പുതിയൊരു ചാൻസ് ആണ് കേട്ടോ. അവർക്കൊരു അവസരമാണ് പുതിയതിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് പുഴകളാണ്. ഇത് വീഡിയോ ഉള്ള സൗണ്ട് കേട്ടില്ല. നോക്കൂ, പുഴകളെ കുറിച്ച് നമ്മൾ പറയാം. അടുത്തൊരു ആവാസ വ്യവസ്ഥയാണ് പുഴ എന്ന് പറയുന്നത്. പുഴകളെ കുറിച്ച് പഠിക്കുന്നതിന് പോട്ടോമോളജി എന്നാണ് പറയാ. പോട്ടോമോളജി എന്ന് പറഞ്ഞാല് നദികളെ, പോമോളജി എന്ന് പറഞ്ഞ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് കേട്ടിട്ടില്ലേ? വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മെസോപ്പൊട്ടോമിയ എന്ന് കേട്ടിട്ടില്ലേ? മീസോ എന്ന് വെച്ചാൽ ലാറ്റിൻ വാക്കാണ്, നടുവിൽ എന്നാണ് അർത്ഥം. പൊട്ടോമസ് എന്ന് വെച്ചാൽ നദി എന്നാണ് അർത്ഥം. 2 നദികൾക്ക് ഇടയിലുള്ളത് കൊണ്ടാണ് അതിനെ മെസോപ്പൊട്ടോമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്ക് കിടക്കുന്ന ഇന്നത്തെ പേർഷ്യയാണ്, പണ്ടത്തെ പേർഷ്യ ഇന്നത്തെ ഇറാഖാണ് നമ്മൾ ഈ പറയുന്ന മെസോപ്പൊട്ടോമിയ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നദികളെ നന്നായി സംരക്ഷിക്കുന്നവരാണ്. നമ്മൾ നദികളെ ദൈവതുല്യരായി കാണുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. സാംസ്കാരിക പാരമ്പര്യമോ ആധ്യാത്മിക പാരമ്പര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. ലോകത്തിൽ എവിടെയില്ലാത്ത മതങ്ങൾ ഇന്ത്യയിലുണ്ട്. പല രാജ്യത്തും പിറന്ന മതങ്ങൾ അവിടെ പേർഷ്യൻ സൗരാഷ്ട്രീയ മതം അവിടെ പേർഷ്യയിൽ ജനിച്ചെങ്കിലും അവിടെ ഇല്ല, ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ശരിയല്ലേ? നമ്മളൊരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക രാജ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇന്ത്യയാണ് കേട്ടോ. നോക്കൂ, ഇത് നദികൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് നദികളെ ഗംഗ സ്നാനേന എന്നാണ് പറയാ. ഗംഗയിൽ കുളിച്ചാൽ നിങ്ങളുടെ പാപം പോകും അത്രേ. നിങ്ങളുടെ ഈ ലോകത്തിലുള്ള പാപങ്ങളെല്ലാം പോകും അത്രേ ഗംഗയിൽ കുളിച്ച്. ഗംഗ സ്നാനേന യമുന പാനേന, യമുനയിലെ വെള്ളം കുടിച്ചാൽ മതി എന്നാണ് പറയാ. നിങ്ങളുടെ പാപങ്ങൾ പോകും അത്രേ. യമുന പാനേന. അടുത്തതെന്ന് പറയുന്നത് നർമ്മദ ദർശനേന, നർമ്മദയെ നിങ്ങൾ കണ്ടാൽ മാത്രം മതി, അപ്പൊ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോകും അത്രേ. തപ തപ്തി സ്മരണേന. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും പശ്ചിമഘട്ടം എന്ന് പറയുന്ന കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളമുള്ള 40 കിലോമീറ്റർ വീതി, ശരാശരി 40 കിലോമീറ്റർ വീതിയുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന 25 ലക്ഷം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന പടിഞ്ഞാറൻ ഇന്ത്യയുടെ എന്താ പറയാ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പർവ്വതനിരയാണ് നമ്മൾ എന്ത് പറയാ പശ്ചിമഘട്ടം എന്ന് പറയാ. പശ്ചിമഘട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ താപ്തി നദിയാണ്. താപ്തി നദിയെ നിങ്ങൾ സ്മരിച്ചാൽ മതി എന്നാണ് പറയുക. സ്മരിച്ചാൽ അപ്പൊ തന്നെ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോകുമത്രേ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല കേട്ടോ. ലോകത്തിലെ ഈ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് അവര് വലം വെക്കുക എന്തിനെയൊക്കെയാണ്? ഒന്നുകിൽ മാതാപിതാക്കളെയൊക്കെ വലം വെക്കുമെന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ട്. വിവാഹ സമയത്ത് വധുവും വരനും അഗ്നിയെ വലം വെക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളെ വലം വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ലോകത്തിൽ നദിയെ വലം വെക്കുന്ന ഒരു ജനത പറയുന്നത് ഈ ഹൈന്ദവരായിരിക്കണം. അല്ലെങ്കിൽ ഹൈന്ദവരെന്നാണ് ഞാൻ പറയുന്നത്, ഇന്ത്യക്കാരായിരിക്കണം. നർമ്മദയെ വലം വെച്ചാൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. 2 പ്രത്യേകതകൾ കൂടി ഉണ്ട്. നർമ്മദ അമർകണ്ടകിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. 1341 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. അത് അവിടെ നിന്ന് ഒഴുകി പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. അറേബ്യൻ സീൽ വന്നിട്ടാണ് അത് പതിക്കുന്നത് കേട്ടോ. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനോസറുകൾ ഇന്ത്യയിലും ജീവിച്ചിരുന്നു കേട്ടോ. അതായത് അതിന്റെ പേര് ബാരപ്പസോറസ് ടാഗോറി എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫോസിൽ ഈ നർമ്മദയുടെ തീരത്തു നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഒരു വലിയ ഡൈനോസറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നർമ്മദ എന്ന് പറയുന്ന നദി നമ്മളുടെ ജിയോളജിയെ, ഇന്ത്യൻ ഭൗമശാസ്ത്രത്തെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു നദി കൂടിയാണ് കേട്ടോ. രസകരമായി കേരളത്തിൽ 44 നദികൾ ഉണ്ടെന്നാണ് പറയുക. 3 കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി 41 പടിഞ്ഞാട്ട് ഒഴുകുന്നു എന്നാണ് പറയുക. ഇതിനൊക്കെ തന്നെ നല്ല രസകരമായ ചരിത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഈ നദികളുടെ പേരുകളൊന്നും തന്നെ ഇതല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്റെ നാട്ടിൽ കാണുന്ന 2 പുഴകളാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണല്ലോ. അപ്പൊ കരുവന്നൂര്, കേച്ചേരി, പുഴയ്ക്കൽ, ചാലക്കുടി, ഈ 4 പുഴകളാണ് എന്റെ നദിയിലുള്ളത്. അതിൽ പെരിയാറിന്റെ ശരിക്കുള്ള പേര് പൊരുന്നൈന എന്നൊരു പേര് കൂടി ഉള്ളത്. കൂടാതെ സംഘകാല കൃതികളിലൊക്കെ ചൂർണിയാർ എന്നാണ് അവളെ കാണുക. ചൂർണിയാർ എന്ന് പറഞ്ഞാൽ ചൗർണം ധാരാളമുള്ള നദി എന്നാണ്. ചൗർണം എന്ന് വെച്ചാൽ മുത്ത് എന്നാണ് അർത്ഥം. കുടി എന്നല്ല,
മുത്തെന്നാണ് അർത്ഥം. നമ്മൾ സ്വർണം ധരിക്കാൻ തുടങ്ങിയത് ഗ്രീക്കുകാർ വന്നതിന് ശേഷമാണെന്നാ പറയുന്നത്. അതിക്ക് മുമ്പ് നമ്മളുടെ ഭാര്യമാരെയൊക്കെ നമ്മള് സ്വർണം സുന്ദരിയാക്കണമെങ്കിൽ നമ്മൾ പെരിയാറിലേക്ക് എടുത്തു ചാടുക ചെയ്യുക. ഭർത്താക്കന്മാര് പെരിയാറിലേക്ക് എടുത്തു ചാടി അവിടെ ഒരു തരം വെളുത്തൊക്കെ ഒരു കക്കയുണ്ട്, അതിനെ പറയുന്ന ലമല്ലിഡൻസ് ഫ്രാങ്കിയാലിസ് എന്നാണ് ശാസ്ത്രനാമം. നമ്മുടെ തോടുകളിലും പുഴകളിലൊക്കെ ഉണ്ടായിരുന്നു. അവര് മുത്തുണ്ടാക്കും. കടലിൽ കാണുന്ന പേളോയിസ്റ്റർ മാത്രമല്ല, അല്ലാത്ത കക്കകളും മുത്തുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ മുത്ത് ധാരാളം ഉണ്ടാക്കിയിരുന്ന കക്കകൾ ഉണ്ടായിരുന്ന ഒരു നദിയായിരുന്നു പെരിയാർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ആ മുത്ത് കോർത്തെടുത്തിട്ട് ഭാര്യമാരെ സുന്ദരിയാക്കിയിരുന്നു അത്രേ. ഞാൻ കുട്ടികളോട് തമാശയായിട്ട് പറയാറുള്ളത് ആ ഓർമ്മയിലാണ് ഇപ്പോഴും ഭാര്യമാരെ പലരും മുത്തേന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയാറ്. ഇനി ഭാരതപ്പുഴയുണ്ട്. ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് അതിനെ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അവൾക്ക് വേറെ പുഴകൾക്കൊക്കെ സ്ത്രീകളുടെ പേരാട്ടോ. സ്ത്രീകളുടെ പുഴകൾക്ക് മാത്രമല്ല, ഈ കൊടുങ്കാറ്റിനൊക്കെ സ്ത്രീകളുടെ പേരാ. ഈ എപ്പോഴത് അവര് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. ഈ എന്താ പറയാ, ഒരു പുഴയ്ക്കും വേലായുധം പുഴ എന്നോ കൃഷ്ണൻകുട്ടി പുഴ എന്നൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ, ശരിയല്ലേ? ഒക്കെ ഇതിനും പേരാണ്, എന്തോ ദേവിയൊക്കെ ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. പുഴകളെ നിർവചിക്കാനായിട്ട് ശാസ്ത്രീയമായ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണ്. അതാണ് ഏറ്റവും നല്ല പുഴ നിർവചനം. ഓക്കെ, എന്റെ പൈക്കന്നിന്നു നീരു നൽകിയിടാതെ, എന്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ, കുസൃതി കുരുന്നുകൾ ജല കേളിയാടാതെ, ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ, കുപ്പി വള തരുണി മുങ്ങി നീരാടാതെ, വയലുവാരങ്ങളിൽ കുളിരു കോരിയിടാതെ, എന്തിന്നു പുഴ എന്ന പേരു മാത്രം. അതാണ് പുഴ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശാസ്ത്രം പഠിപ്പിച്ച് കുട്ടികളെ വെറുപ്പിക്കരുത്. കുട്ടികളോട് ഇങ്ങനെ സാഹിത്യം കൂടി പറഞ്ഞു കൊടുക്കണം. പുഴ എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ കിലോമീറ്റർ വൃഷ്ടി പ്രദേശം വേണം, അതിൽ കൂടെ എത്ര കിലോമീറ്റർ വെള്ളം ഒഴുകണം, അത് അങ്ങനെ വേണം, ഹൈഡ്രജൻ വേണം, ഓക്സിജൻ വേണം എന്നൊക്കെ പറഞ്ഞു കുട്ടികളെ പേടിപ്പിക്കാതെ അവരോട് പറയണം, എന്റെ എന്റെ പശുവിന് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പുഴ. എന്റെ പൊന്മാനിന് വിശക്കുമ്പോൾ മീൻ സൂക്ഷിച്ചു, അതിന്റെ ഭക്ഷണമാണ് മീൻ, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പുഴ. കുസൃതി കുരുന്നുകൾ ജല കേളിയാടാതെ, കുട്ടികൾ തലകുത്തി മറിഞ്ഞ് കളിക്കണ്ടേ, കുളിക്കണ്ടേ. കുപ്പി വള തരുണി മുങ്ങി നീരാടാതെ, കുപ്പിവള പെൺകുട്ടികൾ പോയി, സ്ത്രീകൾ പോയി കുളിക്കണം. കുപ്പി വള തരുണി മുങ്ങി നീരാടാതെ, ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ. പ്രണയഭാരം കൊണ്ട് തല താഴ്ന്നു പോകുന്നു അത്ര സ്ത്രീകൾക്ക്. അന്നതുപോലെ പ്രണയഭാരം കൊണ്ട് എന്താ പറയാ, തല താഴ്ന്നു പോയ ആറ്റുവഞ്ചി പൂവ് അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പുഴയെ ചുംബിക്കുന്നതായിട്ട് ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ. കർഷകന്റെ വയൽ നനച്ചു കൊടുക്കണം, വയലുവാരങ്ങളിൽ ഒരു കോരിയിടാതെ, എന്തിന്നു പുഴ എന്ന പേരു മാത്രം. സുധാ ദേവദാസ് ബ്രഹ്മപുത്ര നദിയുണ്ട്. ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം ഋഗ്വേദത്തിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള നദിയുടെ പേരാണ് ബ്രഹ്മപുത്ര. ആക്ച്വലി ഇന്ത്യൻ നമ്മുടെ ഹൈന്ദവ സ്ത്രീകളെല്ലാം തെറ്റിദ്ധരിക്കുന്നത് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പുത്ത് നാമിനി ഇതിപുത്ര നരകത്രായത എന്നാണ്. ഇപ്പൊ സുധാ ദേവദാസ് ചോദ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് മറുപടിയാണ് ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു പോവാണ്. പുത്തനാമിനി ഇതിപുത്ര നരകത്രായത എന്നാണ് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നരകത്തിൽ ഞങ്ങളെ ത്രാണനം ചെയ്യാൻ സഹായിക്കുന്നവനാണ് പുത്രൻ. ഋഗ്വേദത്തിൽ എവിടെയും പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം ആൺകുട്ടികൾ എന്ന അർത്ഥമില്ല. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ പുത്തനാമിനി ഇതിപുത്ര നരകത്രായത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് മക്കളെ നൽകിയാലും എന്നാണ്. എനിക്ക് മക്കളെ നൽകിയാൽ. പുത്ര എന്ന വാക്കിന്റെ അർത്ഥം ഓസ്പ്രിങ്സ് എന്നാണ്. പുത്തനാമിനി ഇതിപുത്ര നരകത്രായതേ. അമ്മ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, ഭാഗ്യവന്തം പ്രസൂയത എന്നും പറഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ലേ പ്രാർത്ഥന. എനിക്ക് പുത്രനെ നൽകിയാലും എന്ന് പറഞ്ഞിട്ടാണ്. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികൾ, ആൺകുട്ടികൾ എന്നല്ല, മക്കൾ എന്നാണ്. ഋഗ്വേദത്തിൽ എന്റെ അറിവില് ഋഗ്വേദത്തിൽ എവിടെയും അത് സ്ത്രീലിംഗ പുല്ലിംഗ പദമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നതാണ് മാത്രം. വേറൊരു നദിയുണ്ട് സുധ മാഡം, അതിന്റെ പേര് മിസിസിപ്പി എന്നാണ്. അതിന്റെ അർത്ഥം ഫാദർ ഓഫ് റിവേഴ്സ് എന്നാണ്. പക്ഷെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണേ. അപ്പൊ നമുക്ക് ഇതാണ് പുഴ എന്ന് നമ്മൾ. പക്ഷെ നമ്മുടെ എല്ലാ പുഴകളും വംശനാശത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ വംശനാശമാണ് ജീവികളുടെ വംശനാശത്തിന്റെ കാരണം. പുഴ മരിക്കുന്നതോടെ മീനുകളും മരിക്കുന്നുവല്ലോ. അപ്പൊ പുഴ ഇല്ലാതാകുന്നു എന്നാണ് ഈ മുരുകൻ കട്ടാക്കട തന്നെ അദ്ദേഹത്തിന്റെ തിരികെ യാത്ര എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. എന്ന് വെച്ചാല് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും പിറന്നു വീണത് പുഴയുടെ തീരത്താണ്, മനുഷ്യനടക്കം, അല്ലെ? ലോകത്തിൽ 22 സംസ്കാരങ്ങൾ ഉണ്ടെന്നാണ് പറയാം. മെസോപ്പൊട്ടോമിയൻ ഉണ്ട്, അസീറിയൻ ഉണ്ട്, ആസ്കൻ ഉണ്ട്, ഇൻകയുണ്ട്, മെസോപ്പൊട്ടോമിയൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ഗ്രീക്ക് സംസ്കാരമുണ്ട്, റോമൻ സംസ്കാരമുണ്ട്. അതിലൊന്നാണ് സിന്ധു. ഇതെല്ലാം പിറന്നു വീണ നദികളുടെ പുറത്താണ്. പക്ഷെ ആ നദികൾ തന്നെയാണ് ഇല്ലാതാവുന്നത്.
സംഘങ്ങളായി സംസ്കാര സഞ്ചയം പെറ്റു വളർത്തി പണിക്കാരി അമ്മ പോൽ തീറ്റയും നൽകി തോറ്റങ്ങൾ നൽകി കൂട്ടിനു പൂക്കൾ പുൽമേടു നൽകി പാട്ടും പ്രണയവും കോർത്തു നൽകി ജീവന സംസ്കൃതി പെരുമ നൽകി എന്നാണ് കവി പാടുന്നത്. അത് കഴിഞ്ഞിട്ട് കവി പിന്നെ വളരെ ആശങ്കയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരും നൂറ്റാണ്ടിൽ ഒരു പുസ്തകത്താളിൽ ഒരു പുഴയെന്ന പേരെന്റെ ചരിതപാഠം. ഇനി വരുന്ന കാലത്ത് ഞാൻ എന്റെ പേര് ഇതിലെ ഒരു പുഴ ഒഴുകിയിരുന്നു, അതിന്റെ പേര് ഭാരതപ്പുഴ എന്നായിരുന്നു എന്ന് കുട്ടികൾ പഠിക്കും. അങ്ങനെ ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്ന നദികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കടലിൽ പതിക്കാത്തൊരു നദി ഉണ്ടല്ലോ ഇന്ത്യയിൽ, ലൂണി എന്ന് പറഞ്ഞിട്ടുള്ള നദി കടലിൽ പതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാ പുഴകളും തന്നെ മലിനപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത് കടലും പുഴയാന്ന് പറയാ. മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പുഴ എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പുഴ പമ്പയാണ് കേട്ടോ. പമ്പയിലെ എന്താ പറയാ, പമ്പയിലാണ് അവിടെ അയ്യപ്പൻ താമസമാക്കിയത്. ഒരു പക്ഷേ ഈ പമ്പയെ കൂടി കണ്ടിട്ടാകും. പക്ഷെ പമ്പയിൽ നമ്മൾ നോക്കൂ, നമ്മുടെ ശരണവിളികളിൽ പമ്പയുണ്ട്. ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ സ്വാമിയുടെ പൂന്താവനമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ശരണവിളിയിൽ ഒരു ശരണം വിളി എന്താണ്? പമ്പ വാസനേ എന്നാണ്, അല്ലെ? പമ്പയിൽ വസിക്കുന്നവന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പമ്പയുടെ അടുത്തെത്തുമ്പോൾ ആൾക്കാർ മൂക്കി കുത്തിയിട്ട് പമ്പ വാസനേന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. കേരളത്തിൽ ശുദ്ധജലവുമായി സംബന്ധിച്ച് രണ്ട് പ്രശ്നമേ ഉള്ളൂ. ഒന്ന് പാലക്കാട് കൊക്കക്കോള, പമ്പയിൽ ഈക്കോളെ. അത്രേ പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ശുദ്ധജലം ഞാൻ ഈ ഇന്നലെ വന്നുള്ളൂ. ഞാൻ പ്രവീൺ സാർ വിളിക്കുമ്പോ ഐ വാസ് ഇൻ ഉദുമൽപേട്ട്, തമിഴ്നാട്. കാവേരി നദിയുടെ അവിടെയൊക്കെ ആയിരുന്നു ഞാൻ ഇന്നലെ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മീനുകൾ. എത്ര മനോഹരമായിട്ടാണ് അവർ അപ്പിടുന്നല്ല പുഴയെ മലിനമാക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അറിയാം. നമ്മളെ പോലെ നദിയെ ദൈവമായി കാണുകയും ദേവിയായി കാണുകയും നദിയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുള്ളത് നമ്മുടെ നാട്ടിലായിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടിയിരിക്കുന്നത്. ഇത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചിത്രമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അണ കെട്ടിയിട്ടുള്ള രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും കേട്ടോ. ഇത് 1896 ഡാമാണ്. അതിന്റെ കലാപങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഇവിടെ മത്സ്യസമ്പത്തിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് അടിയിലും മത്സ്യങ്ങളുണ്ട്, നെൽപ്പാടങ്ങൾക്കടി. ഇത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിനെ പാതാള വരാൽ എന്നാണ്, മഹാബലി വരാൽ എന്നൊക്കെ പറയും കേട്ടോ. ഇത് ഭൂമിക്ക് അടിയിലാണ് കാണുക കേട്ടോ. ഭൂമിക്ക് അടിയിൽ എന്ന് പറയാനില്ല, നെൽപ്പാടങ്ങളിലെ മണ്ണിൽ പുറഞ്ഞൊക്കെയാണ് കാണുക. ഓക്കെ, ഇത് ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു മത്സ്യമാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് നമ്മള് ഈ കുരുടമുഷി എന്നൊക്കെയാണ് പറയാ. ഇത് 1955 ഇതിനെ കണ്ടുപിടിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു മത്സ്യമാണ്. ഇത് എന്റെ പേരിലുള്ള ഒരു മത്സ്യമാണ് കേട്ടോ. മത്സ്യത്തിന് എന്റെ പേരാണ് ശാസ്ത്രനാമമായിട്ട് നൽകിയിരിക്കുന്നത്. ക്രിപ്റ്റോഗ്ലാനി ഷാജി എന്നാണ് അതിന്റെ പേര്. മരിക്കാതിരിക്കാനാണോ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു മത്സ്യമാണ്. കേരളത്തിലെ സുന്ദരി മത്സ്യങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ നമ്മളോട് ഒരുപാട് ചരിത്രം പറയും. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സായിപ്പിന്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ അത് പറയാനുള്ള മത്സ്യങ്ങളാണ്. ഇത് ഡെനിസോണി എന്ന് പറയുന്ന മിസ് കേരള എന്നൊക്കെ പറയുന്ന ഒരു മത്സ്യം ഇതാണ് കേട്ടോ. ഓക്കെ, ചില മത്സ്യങ്ങൾ നമ്മളോട് ഞാൻ മത്സ്യത്തെ ഒരു ഉദാഹരണമായി എടുത്താണ്. ചില മത്സ്യങ്ങൾ നമ്മളോട് ഭൂമിശാസ്ത്രം പറയും. ഇപ്പൊ ഉദാഹരണത്തിന് മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി. ഇന്ത്യയിൽ മഡഗാസ്കർ, ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമല്ലേ, നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, അതൊരു ഇത് കൂടിയാണല്ലോ. കന്യാകുമാരിയില് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ പാറയ്ക്കൊക്കെ പേരിട്ടിട്ടുണ്ടല്ലോ. പാറയ്ക്കും ഭൂമിക്കും ഒക്കെ മനുഷ്യൻ പേരിട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ വീടിന്റെ താഴെയുള്ള നിലങ്ങളുടെയൊക്കെ പേരുകൾ എന്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കർഷകനാണ് ഏറ്റവും നല്ല ഇക്കോളജിസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഞാൻ താമസിക്കുന്ന പൂരത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ തൊട്ട് താഴെയുള്ളത് ചിറ്റോടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ കിഴക്ക് വാരപ്പടവാണ്. അതിന്റെ അപ്പുറത്ത് കല്ലേലിയാണ്. അതിന്റെ അപ്പുറത്ത് ഞാലേലിയാണ്. അതിന്റെ അപ്പുറത്ത് കുറെ മാറിക്കഴിഞ്ഞാൽ ചവറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിന്റെ അപ്പുറത്ത് നീലക്കത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നോക്കൂ, ഭൂമിക്ക് വരെ മനുഷ്യൻ പേരിട്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര ഓമനത്തോടെ പേരിട്ടിരിക്കുന്നത് അല്ലെ? അത് തന്നെയാണ് ശാസ്ത്രജ്ഞരും പിന്തുടരുന്നത്. അപ്പോ ഈ നമ്മുടെ കന്യാകുമാരി കാണുന്ന ഒരു പാറയുടെ പേരാണ് ചാർണോക്കൈറ്റ് എന്ന വിഭാഗത്തിൽ വരുന്ന പാറയാണ്. ചാർണോക്കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജേക്കബ് ചാർണോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷുകാരന്റെ പേരിലാണ് അത് അറിയപ്പെടുക. ഈ ചാർണോക്കൈറ്റ് പാറകൾ നമ്മളോട്, കന്യാകുമാരിയിലെ ആ പാറകൾ നമ്മളോട് ഒരു കഥ പറയും. ഒരു 87 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പാറകൾ നമ്മുടെ അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും നമ്മളോട് തൊട്ടടുത്താണ് കിടന്നിരുന്നത്. അതുപോലെ തന്നെ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയതാണ്. അതാണ് പാലക്കാട് അവിടെ വലിയൊരു ഗ്യാപ്പ് ഒക്കെ ഉള്ളത്. പശ്ചിമഘട്ടത്തിൽ നമുക്ക് കോയമ്പത്തൂരേക്ക്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഏത് വഴിക്കൂടെ കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് മല കയറി ഇറങ്ങണ്ടേ? പക്ഷെ കോയമ്പത്തൂർ വാളയാർ കൂടി പോകുമ്പോഴോ അവിടെ മലയില്ല. പശ്ചിമഘട്ടം അവിടെ വെച്ച് നിന്നുപോയി. എന്നിട്ട് രണ്ടാമത് വീണ്ടും അപ്പുറത്ത് ആനമലയിൽ നിന്ന് ആരംഭിക്കുകയാണ്, അട്ടപ്പാടിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പുറത്തുള്ളത് ആനമലയും അപ്പുറത്തുള്ളത് അട്ടപ്പാടി. നോക്കൂ, അതെന്താണ് കാരണം? അങ്ങനെ ഒരു വലിയ വിടവ് പാറകൾ കൊണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയപ്പോണ്ടായ ഒരു വലിച്ചിലാണെന്നാണ് പറയുന്നത്. അത് ജിയോളജിയാണ്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെ? അതിനുള്ള തെളിവുകൾ നൽകാൻ ചില ജീവജാലങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. പ്രവീൺ കുമാർ സാറേ,
പ്രവീൺ സാറേ, ഹലോ സാറേ, ഞാൻ നിർത്തേണ്ടത് എത്ര മണിക്കാ നിർത്തണ്ടേ? കണ്ടിന്യൂ ചെയ്തോളൂ സാറ്. സമയം 45 മിനിറ്റ് അല്ലേ പറഞ്ഞേ, അതാണ് ഞാൻ ചോദിച്ചത്. കണ്ടിന്യൂ ചെയ്തോളൂ, കൺക്ലൂഷനിലേക്ക് എത്തിക്കോളൂ. ഓക്കെ, ശരി. അപ്പൊ നോക്കൂ, ഈ പള്ളത്തി എന്ന് പറയുന്ന ഒരു മത്സ്യം എന്റെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്ന മത്സ്യമാണ്. ഇത് വലിയൊരു ഭൗമശാസ്ത്ര കഥ പറയുന്ന മത്സ്യമാണ്. നമ്മുടെ ഈ മഡഗാസ്കർ എന്ന് പറയും, ഇപ്പൊ ഇന്ത്യൻ ഓഷനിലാണ് അത് കാണുന്നത്. ആഫ്രിക്കയോട് ചേർന്ന് കാണുന്ന ഒരു ദ്വീപാണ്. കുറെ സസ്യങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുറെ ജീവികൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭൗമശാസ്ത്ര കഥകൾ പറയാൻ ജീവിച്ചിരിക്കുന്ന ചില മീനുകളാണത്. പക്ഷെ എന്റെ നാട്ടിൽ ഇപ്പൊ ഈ സാധനം വംശനാശം സംഭവിച്ചു പോയി എന്നുള്ളതാണ്. മനസ്സിലായ? എന്റെ അന്നമനട, കുഴൂർ എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളിൽ ഈ പള്ളത്തി എന്ന് പറയുന്ന മത്സ്യം ഇല്ല. ഇപ്പോ മുഴി എന്ന് പറയുന്ന വംശനാശം 2018 തന്നെ 12ലോ 13ലോ മറ്റോ വംശനാശം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൻതോതിലുള്ള കാർഷിക കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി, മനുഷ്യൻ കൃഷി ചെയ്യാതിരുന്നാലും മത്സ്യങ്ങൾക്കൊക്കെ വംശനാശം സംഭവിക്കും കേട്ടോ. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ എന്തൊക്കെ ചെയ്തോ അതിനോട് ചേർന്ന് ജീവികൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1984 വരെ എന്റെ നാട്ടിൽ ഉഴുതിരുന്നത് മൂരികൾ ഉപയോഗിച്ചിട്ടാണ്. 84 ആയപ്പോഴേക്കും ടില്ലറുകൾ ധാരാളം വരാൻ തുടങ്ങി. അപ്പൊ ഈ ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചോസി വല്യപ്പൻ എന്ന് പറഞ്ഞൊരു വല്യപ്പനുണ്ട്. അദ്ദേഹത്തെ പാറായി എന്ന പേരിലാണ് കളിപ്പേര് വിളിക്കുക. അദ്ദേഹം സാധാരണ 2 പോത്തിനെയും അഴിച്ച് രാവിലെ ഈ നഖവും തൊഴുത്ത് കഴുത്തിൽ വെച്ചിട്ട്, നഖവും അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ചിട്ട്, കരി അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ചിട്ട് അദ്ദേഹം പാടത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ഈ മണ്ണാത്തിപ്പുള്ള എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്, അതുപോലെ കുറെ കൊക്കുകളുണ്ട്. ഈ കൊച്ചൂസ് വല്യപ്പൻ പോണേന്റെ പുറകെ ഈ കിളികൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എവിടെയാണോ കൂട്ടണത് ഉഴണത് അവിടെ ഈ കൊക്കുകൾ അങ്ങനെ നടന്ന് ഭക്ഷണം ശരി. പെട്ടെന്നാണ് ടില്ലറുകൾ വന്നത്. ടില്ലറുകൾ വന്നപ്പോ കൊക്കും മണ്ണാത്തിക്കിളി എന്ത് ചെയ്തു? കൊച്ചു വല്യപ്പന് ഉപേക്ഷിച്ചു, നേരെ ടില്ലറിന്റെ അടുത്ത് ചെന്നു. കാരണം അവർക്ക് അവിടെ കൂടുതൽ കിട്ടും. നോക്കൂ, ഞാൻ കണ്ടിട്ടുള്ള ലൈവ് അഡാപ്റ്റേഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാതിരുന്ന ഫാലോ ലാൻഡ്സ് ആയിരുന്നാൽ നമ്മുടെ മത്സ്യങ്ങൾക്ക് പലതിനും പ്രജനനം നടത്താൻ പറ്റില്ല. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ ലേബർ റൂമാണ്, പ്രസവവാട്ടാണ്. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ മണിയറകളാണ്. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നഴ്സറിയാണ്. അപ്പൊ അവർക്ക് വളരാനുള്ള ഒരു ഇടമാണ് അതേ. അപ്പൊ അതുകൊണ്ട് ഫാലോ ലാൻഡ്സ് ഇട്ടാലും കുഴപ്പമാണ്. ഒരു പക്ഷെ നമ്മുടെ ഈ പള്ളത്തി പോലുള്ള മത്സ്യങ്ങൾ ഇല്ലാതാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മളൊന്ന് കൃഷിഭൂമി കൃഷി ചെയ്യാതെ ഇടുകയും വൻതോതിലുള്ള കീടനാശിനി പ്രയോഗങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ വിദേശ മത്സ്യങ്ങളുടെ പ്രജനനമൊക്കെ കൂടി കാരണങ്ങളായിട്ടുണ്ടാവാം. കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ മത്സ്യമരണം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു 10-15 മത്സ്യമരണമെങ്കിലും ഒരു കൊല്ലം നടക്കുന്നുണ്ട്, അറിയുന്നതും അറിയപ്പെടാത്തതും ഒക്കെ ആയിട്ട് കേട്ടോ. ചെറിയ പുഴകളിലും നെൽപ്പാടങ്ങളിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇത് കരിമീൻ്റെ ഇവിടെ ആദ്യം കണ്ടുപിടിച്ച നമ്മുടെ കരിമീൻ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് മത്സ്യമാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവിടെ അത് 150 രൂപയ്ക്ക് കിട്ടും. ഇവിടെയാണ് 500 രൂപ വിലയുള്ളൂ. ഇത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി. പക്ഷെ ഇതിന്റെ ശാസ്ത്രനാമം സൂററ്റൻസിസ് എന്നാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനെ സൂററ്റിൽ നിന്നാണ് ഇതിനെ പോർട്ട് ചെയ്തത്, കപ്പലിലേക്ക് അയച്ച്, കപ്പൽ വഴി അയച്ചത്. അപ്പൊ അത് സൂററ്റിന്റെ ശാസ്ത്രനാമമുള്ള മത്സ്യം കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി. ഇനി സൂററ്റിൽ ഇത് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, എല്ലായിടത്തും ഉണ്ട്. ആന്ധ്ര, ഒറീസ ആ ഭാഗങ്ങളിലൊക്കെ ഇതുണ്ട് കേട്ടോ. ശ്രീലങ്കയിൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ ഭയങ്കര വലിപ്പം വെക്കുന്ന മത്സ്യങ്ങളുണ്ട്. ഇത് കുയിൽ എന്ന് പറയുന്ന മത്സ്യം നമ്മുടെ ചാലക്കുടി പുഴയിലൊക്കെ ഉണ്ട്. 59 കിലോ കണ്ടോ. ഇത് ഡിസംബർ 1948 ഡിസംബർ 26-ന് ഡിസംബർ 28-ന് കബനിന്ന് പിടിച്ചതാണ്. 59 കിലോ ഉണ്ടായിട്ടുണ്ടാവും ഏകദേശം. 119 LB എന്നാണ് പറയുന്നത്. 119 LB എന്ന് പറഞ്ഞാല് ഒരു LB എന്ന് പറഞ്ഞാൽ 450 ഗ്രാമാണ്. അപ്പൊ 119 53.97 കിലോഗ്രാമുള്ള ഒരു മത്സ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്ര വലിപ്പം കൊണ്ട് സമ്പന്നമായിരുന്ന മത്സ്യങ്ങളായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചതിന്റെ ചിത്രങ്ങളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ മത്സ്യം ഇപ്പൊ കബനിയിൽ നമുക്ക് ലഭ്യമല്ല. അതിന്റെ ഒരു കാരണം പുഴയ്ക്ക് വന്ന ശോഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്. മത്സ്യങ്ങൾ നന്നായി അഡാപ്റ്റ് ചെയ്യുന്ന മത്സ്യം നോക്കൂ, കണ്ടോ, ഇങ്ങനെ പിടിച്ചു കയറും. നമ്മൾ അതിരപ്പള്ളിയിൽ നിന്നൊക്കെ മത്സ്യങ്ങൾ എങ്ങനെ മുകളിലോട്ട് കയറി പോണെന്നൊക്കെ കുട്ടികൾ സാധാരണ സംശയം ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ്, ഇതിനെയാണ് അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അനുരൂപനം എന്ന് പറയാം. അതായത് അതിന്റെ വായല ഡിസ്ക് കണ്ടോ, അത് വെച്ചിട്ട് അതിന് മുകളിലേക്കൊക്കെ കയറി പോകാൻ കഴിയും. ഇതും അതുപോലത്തെ മത്സ്യമാണ് കണ്ടോ. ഇത് തേക്കടിയിൽ മാത്രമുള്ള തരം മത്സ്യമാണ്. സുന്ദരികളായ മത്സ്യങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട്. ഇനി കേരളത്തിൽ മാത്രം കാണുന്ന മത്സ്യങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ പരിണാമത്തിന്റെ ഒരു ദശയിൽ ഇവിടെ രൂപപ്പെട്ടതാണ്. നമ്മുടെ കാടുകളെ നമ്മൾ പറയാന്ന് വെച്ചാൽ ക്രാഡിൽസ് ഓഫ് ദി എവല്യൂഷൻ എന്നാണ് പറയാ.
പശ്ചിമഘട്ടത്തിലെ കാടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ക്രാഡിൽസ് ഓഫ് എവല്യൂഷൻ എന്ന് വെച്ചാൽ പരിണാമത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ് പറയുക. എന്താണെന്ന് വെച്ചാൽ നിത്യേന എന്നോണം പുതിയ വംശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിശയോക്തിപരമായി നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ അത്രയധികം വൈവിധ്യം നമുക്കുണ്ട്. അങ്ങനെ കാലം എപ്പോഴും ഒക്കെ രൂപപ്പെട്ട മത്സ്യങ്ങൾ, ഇത് തേക്കടി കാണുന്ന ഒരു മത്സ്യമാണ്. തേക്കടി ലേക്കിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ആ 26 സ്ക്വയർ കിലോമീറ്റർ തടാകത്തിലും അതിലേക്ക് വരുന്ന അരുവികളിലും മാത്രമാണ് ഇതിനെ കാണുക. നമ്മൾ ഇതിനെ അവിടുത്തെ ആദിവാസികൾ ഇതിനെ വിളിക്കുക ബ്രാഹ്മണ കണ്ടാന്നാണ്. ഈ പ്രാദേശിക നാമങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ഈ മത്സ്യം ഇല്ലാതായ പ്രാദേശിക നാമം ഇല്ലാതാകും കേട്ടോ. ഇതിന് നമ്പൂരിപ്പരൽ എന്ന് പറയാം. കാരണം എന്താ അറിയോ, ഇതിന്റെ ശരീരത്തിന്റെ സൈഡിൽ കൂടെ നമ്പൂതിരി പൂണൂലിട്ടമാതിരി ചെതമ്പലുണ്ട്. ഇതിന്റെ ശരീരത്തിൽ ഭൂരിഭാഗം സ്ഥലത്തും ചെതമ്പലില്ല, പക്ഷെ ഒരു പൂണൂലിട്ടമാതിരി ഒരു ചെതമ്പലുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബ്രാഹ്മണ കണ്ട എന്ന തമിഴ് വാക്കിന്റെ അർത്ഥം പരൽ എന്നാണേ. അപ്പൊ തേക്കടി അങ്ങനെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. അതിന് നമ്മൾ പറയുക എൻഡമിക് സ്പീഷീസുകൾ എന്നാണ് പറയാ, അല്ലെങ്കിൽ തദ്ദേശീയ ജാതികൾ എന്ന് നമ്മൾ പറയും. നോക്കൂ, ഇത് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. ലോകത്ത് എവിടെയും ഇല്ല. നിങ്ങൾക്ക് പമ്പയിലും അതേപോലെ തന്നെ ഭൂതത്താങ്കട്ടിലും ചെന്ന് പിടിക്കേണ്ടി വരും. അവിടെ 2 സ്ഥലത്തും മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഇതിനെ അണ്ടികള്ളി എന്നാണ് അവര് വിളിക്കുക കേട്ടോ. ഇതാണ് പാതാളത്തവള എന്ന് പറയുന്നത്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ഭൂമിക്ക് മുകളിലേക്ക് വരും. ഭൂമിക്ക് അടിയിലെ താമസിക്കുക. ഇതിനെ ലിവിങ് ഫോസിൽ എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ ഇത് ഡൈനോസറുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു തവളയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ അത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ പുരാതനമായ പഴക്കമുള്ള ഇത്തരം ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവിക്കുന്ന ഫോസിൽ. ഫോസിൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതാണല്ലോ, പക്ഷെ ജീവിക്കുന്ന ഫോസിൽ എന്നാണ് പറയാ. കൊല്ലത്തിന് മാവേലി തവള എന്ന് വിളിക്കും ആളുകള്. കൊല്ലത്തിൽ ഒരിക്കൽ മാവേലിയെ കേരളത്തിൽ കാണാൻ വരുന്നത് പോലെ നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇതിനെ പാതാള തവള എന്നും വിളിക്കും. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു തെറ്റിദ്ധാരണ കേരളീയർക്കുണ്ട്. മഹാബലിയെ പാതാളത്തിലേക്കല്ല സുതലത്തിലേക്കാണ് ചവിട്ടി താഴ്ത്തിയെന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു ഭാഗവത അഷ്ടമസ്കന്ധം വായിക്കണം. അതിൽ ബലിക്കഥ എന്ന് പറയുന്ന ഒരു പേജുണ്ട്. 355-ാമത്തെ പേജിലാണ് പുതിയ കവിതാ രൂപത്തിലുള്ളതാണെങ്കിൽ. ഗതിരൂപത്തിൽ എനിക്ക് പേജ് അറിയില്ല. അത് പോയി വായിച്ചാൽ ഓണം നമ്മുടേതല്ലെന്ന് മനസ്സിലാവും. അതെന്തെങ്കിലും ആവട്ടെ, മഹാബലി എന്തായാലും നീ തെറ്റിദ്ധരിക്കാതിരിക്കുക. മഹാബലിയെ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയ സുതലത്തിലേക്കാണ്. സുതലം സ്വർഗാഭിപ്രാപ്തി എന്നാണ്. മഹാബലി ഇപ്പൊ വിഷ്ണുവിനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും നമ്മൾ പാതാളം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാത്തിനും പാതാള വരാൽ പാതാള തവള എന്നൊക്കെ പേരിട്ടിരിക്കും. ഇത് കൊല്ലത്തിൽ ഒരിക്കൽ വരികയും വെള്ളത്തിന് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ പുറത്തു വരികയും ഇണ ചേരുകയും വീണ്ടും തിരിച്ച് ഭൂമിക്ക് അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ സന്ദീപ് ദാസ്. അദ്ദേഹത്തെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കുക. തവളയെ കുറിച്ചൊക്കെ അദ്ദേഹം നന്നായി സംസാരിക്കും കേട്ടോ. തവളയുടെ പരിണാമം, തവളയുടെ ജീവശാസ്ത്രമൊക്കെ സംസാരിക്കും. നല്ല മിടുക്കനായിട്ടുള്ളൊരു ഗവേഷകനാണ്. നിങ്ങൾ പരിചയപ്പെടാവുന്നത്. ഇതൊക്കെ സർപ്ലസ് ആയി അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യത്തിന് ലഭ്യമാകുന്ന അപ്പൊ നമ്മളൊരു ഡോക്ടർ പറഞ്ഞു, പ്രവീൺ ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ടാവും, നേരത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഡോക്ടറെ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരുന്നില്ല മനുഷ്യൻ. അങ്ങനെ 6 മണി 12 മണി 9 മണി അതിക്ക് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് കഞ്ഞവെള്ളം തണുത്ത വെള്ളം ഒന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ ആരോഗ്യം ഏറ്റവും നന്നായിരുന്നത് അവൻ വിശന്നപ്പോ ഭക്ഷണം. ലോകത്തിൽ ഒരു ജീവിയും വിശക്കും മാത്രമേ ഭക്ഷണം കഴിക്കുന്നത്, മനുഷ്യനൊഴിച്ച്. മനുഷ്യന് മാത്രമാണ് ഭക്ഷണം കൊണ്ട് അസുഖം വരുന്ന ഒരേ ഒരു ജീവി മനുഷ്യനായിരിക്കും. നോക്കൂ, അപ്പൊ കൃഷി കണ്ടുപിടിച്ചതോടുകൂടിയായിരിക്കാം മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. പാട്ടുകൾക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. താളബോധം ഉണ്ടാക്കുമ്പോൾ അധ്വാനത്തിന്റെ ഭാരം കുറയുക എന്ന് മാത്രമല്ല, അറിവുകൾ അടുത്ത തലമുറയിലേക്ക് എളുപ്പം പകരാനായിട്ട്. ഇപ്പോഴും നമ്മൾ 10 ഉപനിഷത്തിന്റെ പേര് കണീശൻ, കടം, കേനം, മുണ്ടകം, മണ്ടൂക്കി, ഐതരാരണ്യം, ബൃഹദാരണ്യം എന്നൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരത് 4 വലിയ ശ്ലോകമായിട്ടല്ലേ പറയാ. ആയുർവേദത്തിലെ പല ട്രീറ്റ്മെന്റുകളെ കുറിച്ച് ശ്ലോകത്തിന്റെ രൂപത്തിൽ പറയുന്നത് സംഗീതം പെട്ടെന്ന് അത് കൈമാറ്റം ചെയ്യും, അടുത്ത തലമുറയിലേക്കും പഠിതാക്കളിലേക്ക് കൈമാറ്റം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് കുട്ടികളോട് പറയാറ്, ഇപ്പൊ പാടത്ത് കറ്റ കിടക്കണോ അല്ലെങ്കിൽ നടിയിൽ നടക്കുന്നു, അധ്വാനമുള്ള പണിയാണ്. ചെളിയിൽ കാല് വലിക്കുക എന്നുള്ള. ഞാനൊരു കർഷകൻ കൂടിയാണ്. എനിക്കൊരു ശാസ്ത്രജ്ഞൻ എന്നുള്ള പേര് എടുത്തില്ല കേട്ടോ. ഞാനൊരു ക്ലർക്കായിരുന്നു, ഗോമസ്തനാണ്. ഞാൻ പാടത്ത് കൃഷി ചെയ്യുന്ന ആളാ. എന്നെ സംബന്ധിച്ച് അധ്വാനത്തിന്റെ ഭാരം എപ്പോഴും കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ചെളിയിൽ കാല് വലിച്ച് നടക്കാന്നുള്ള അത്ര എളുപ്പമല്ല. അത് ആര് വലിച്ചാലും എളുപ്പമല്ല. അപ്പൊ നമ്മളൊരു പാട്ടൊക്കെ പാടും. അവിടെ പക്ഷെ നമ്മളിപ്പോ മൗലി മണി ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പാടത്തെ കറ്റ അവിടെ പോകുന്നു. അത് അവിടെ തന്നെ കിടക്കലേ ഉണ്ടാവുള്ളൂ. അതേസമയം രാരിക്കണ്ടേരോ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ, ഇടി വെട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടിയേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടും. അതിന്റെ താളബോധം മനുഷ്യന്റെ അധ്വാന ഭാരം പകുതി കുറയ്ക്കുമെന്നാണ് ഞാൻ പറയുക. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ തടി വരിക്കുന്നവര് അവർ ശാസ്ത്രീയ സംഗീതമല്ലല്ലോ പാടുക, എന്തോരോ മഹാനുഭവമല്ലല്ലോ പാടുക, ഐലസ് എന്നായിരിക്കും പാടുക. നോക്കൂ, മനുഷ്യന്റെ ഒരു കലാസ്വാദനം തുടങ്ങുന്നത് നമ്മുടെ നെൽപ്പാടങ്ങളിൽ നിന്നോ കർഷകന്റെ നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും.
ഭാഷയെ സമൃദ്ധിയായി, ഭാഷയെ ഭംഗിയായി നിലനിർത്തുന്നത് എനിക്ക് തോന്നുന്ന കർഷകന്റെ സർവകലാശാല എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് നെൽപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, ഭാഷാ വകുപ്പ്, സംശയമില്ല. നോക്കൂ, ഏറ്റവും നല്ല കാർഷിക സർവകലാശാല ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അവർ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. സമൂഹത്തിന് അവർ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നിസ്സംശയം പറയാം. അപ്പോഴും ഞാൻ പറയും, നോക്കൂ, കൊച്ചി രാജ്യം എന്ന് പറയുന്നത് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ചെറിയൊരു രാജ്യമാണ്. കേരളം എന്ന് പറയുന്ന രാജ്യത്തെ പെരിയാറിനും ഭാരതപ്പുഴയ്ക്ക് ഇടയ്ക്കുള്ള ഒരു രാജ്യത്തിന്റെ ചെറിയ നാട്ടുരാജ്യത്തിന്റെ പ്രിൻസിലി സ്റ്റേറ്റിന്റെ പേരാണ് കൊച്ചി. കൊച്ചിയിൽ തന്നെ എത്രയാ നെൽവിത്തുകൾ ഉണ്ടായിരുന്നെന്നറിയും. നമ്മളത് ഹൈ ഈൽഡിങ് വെറൈറ്റിയിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളത് പരിമിതിയാണ്. അത് പരിമിതിയാണ് കേട്ടോ, അതൊരു നേട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് ജീരകശാല ഉണ്ടായിരുന്നു, നവര ഉണ്ടായിരുന്നു, തെന്നൻതൊട്ടി ഉണ്ടായിരുന്നു, ഉണ്ണിക്കൈമ ഉണ്ടായിരുന്നു, കൈമ ഉണ്ടായിരുന്നു, കുറുവ ഉണ്ടായിരുന്നു, തവളക്കണ്ണൻ ഉണ്ടായിരുന്നു. നെൽവിത്തിനങ്ങളുടെ കർഷകന്റെ പരീക്ഷണശാലയാണ് നെൽപ്പാടങ്ങൾ. പലതരത്തിലുള്ള വിത്തുകൾ പല വട്ടങ്ങളിൽ അയാൾ പരിശോധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചതോ ഒരു അദൃശ്യ ശക്തി നമുക്ക് തന്നതോ ഒന്നുമല്ല. എത്ര കാലങ്ങളായി അയാൾ പരിശോധിക്കുന്നു. നോക്കൂ, പക്ഷികളുടെ പർദീസയാണ് എൻ്റെ. ഇത് എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടാണ്. കൊയ്ത്ത് കഴിഞ്ഞപ്പോ ഒരുപാട് പക്ഷികൾ വരികയും വിരുന്ന് വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മളൊരു മൈഗ്രേറ്ററി ലാൻഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വിരുന്ന് വരുന്ന ഒരു ഇടവും കൂടിയാണ്. ദീർഘദൂരം ആർട്ടിക് ട്രെയിൻ പോലെ ദീർഘദൂരം സഞ്ചരിച്ച് വരുന്നു എന്നല്ല. കൊയ്ത്ത് കഴിയുമ്പോൾ എന്റെ പാടത്ത് വരും, മറ്റൊരു കൊയ്ത്താവുമ്പോ അവിടേക്ക് പോകും. കർഷകന്റെ പ്രണയ സ്ഥലങ്ങൾ കൂടിയാണ്, മത്സ്യങ്ങളുടെ പ്രണയ സ്ഥലങ്ങളാണ്. ഇപ്പൊ ഞാനിൽ പരശുരാമന്റെ കവിതയിൽ പാടുന്നില്ലേ, വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ, ഞാൻ ഒടിച്ച കതിരു പങ്കിട കൂടണഞ്ഞ പെൺകിടാവു നീ. ഇത്ര മനോഹരമായിട്ടാണ്. നമ്മുടെ നെൽപ്പാടങ്ങൾ പ്രണയകേന്ദ്രങ്ങൾ കൂടിയാണ്. മത്സ്യങ്ങൾ മനുഷ്യന്റെ മാത്രമല്ല, പക്ഷികളുടെ മാത്രമല്ല, മനുഷ്യന്റേതുമായിരുന്നു. നമ്മളെന്താണ് സുഭാഷ് പാർക്ക് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരപ്പുറപ്പ് കണ്ടുപിടിച്ചത്? എന്റെ നാട്ടിലുള്ളവരൊക്കെ അവിടെയൊക്കെയാണ് പ്രേമിച്ചത്. മനസ്സിലായി? ഓക്കെ, അടുത്തത് നമ്മൾ പറയുക എന്താ വെച്ചാൽ, എന്റെ നാട്ടിൽ നെഹ്റു സ്റ്റേഡിയം നെൽപ്പാടാണ്. ഇത് എന്റെ നാട്ടിലെ കുട്ടികളാണ്. ഇവരൊക്കെ വലിയ കുട്ടികളായി. ഇപ്പൊ ഇത് 2018 ഒറ്റെടുത്ത ചിത്രമാണ്. ഇവരൊക്കെ വലിയ കുട്ടികളായി. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ നാട്ടിൽ നെഹ്റു സ്റ്റേഡിയമാണ് നെൽപ്പാടം. അവര് വേറെ എവിടെ കളിക്കുക? അവർക്ക് ഒഴിഞ്ഞു കിട്ടുന്ന നെൽപ്പാടം. ഇതിനെ ഞാൻ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി എന്നാണ്. എത്ര ധർമ്മങ്ങളാണ് ഒരു നെൽപ്പാടം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ എത്രയാ ഞാൻ പറഞ്ഞത്? അതിൽ ഒരെണ്ണം കൂടി ഞാൻ ചേർത്തിരിക്കുന്നു. എന്റെ നാട്ടിലെ കുട്ടികളുടെ, എന്റെ വളർന്നു വരുന്ന തലമുറയുടെ സ്റ്റേഡിയമാണ്. ഓക്കെ, ഇനി 2018 നമുക്ക് പ്രളയം ഉണ്ടായി. എന്തുകൊണ്ട് പ്രളയം ഉണ്ടായി? 2018 പ്രളയം ഒരു 20 കൊല്ലം മുമ്പാണെങ്കിൽ വെള്ളം പൊങ്ങും, പക്ഷെ ആരും മുങ്ങൂലായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. നെൽപ്പാടങ്ങൾ നമ്മൾ തണ്ണീർ കുടങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഈ തണ്ണീർ കുടങ്ങളിലാണ് വെള്ളം പിടിച്ചു വെക്കുക. നിങ്ങളൊരു ബലൂണിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ബലൂണില് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ വെള്ളം പുറത്തേക്ക് ചാടാൻ ശ്രമിക്കില്ല. ഇത് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ, മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നോക്കൂ, അതേപോലത്തെ ഒരു വലിയ പ്രശ്നം, നമ്മളൊരു കുടം വെള്ളം തലയിൽ വെച്ചിരുന്ന സ്ഥിതി എന്തായിരിക്കും? അത്രയും ഭാരം ഭൂമിക്ക് വരുമ്പോ വെള്ളം എവിടേക്കെങ്കിലൊക്കെ ചാടി പോകും. നോക്കും, അങ്ങനെയുള്ള ചാടലാണ് നമ്മുടെ കിണറുകളിൽ അക്യൂഫർ എന്ന് നമ്മൾ പറയാം. അക്യൂഫർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഉറവ എന്ന് പറയില്ലേ, നമ്മുടെ ഉറവകളെ സജീവമാക്കുന്നതും എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടാണ്. ഓക്കെ, നോക്കൂ, ഇത് നമ്മുടെ പ്രളയങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നവരാ. പ്രളയം ഒരു ഉത്സവകാലം കൂടിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ മഴ ഒരു ഉത്സവകാലം ഒന്നും അല്ലാതിരിക്കുന്നില്ല. ഇതെന്റെ മക്കളാണ്. അവര് 2018 ജൂലൈയിൽ, ഈ 2018 ആഗസ്റ്റ് മാസം പ്രളയം വരുന്നതിന് മുമ്പ് ജൂലൈയിൽ ഒരു പ്രളയം വെള്ളം വന്നിരുന്നു. എന്റെ വീട്ടിൽ താഴെയൊക്കെ പാടത്തൊക്കെ ആ തണ്ണീർ കുടങ്ങളെല്ലാം നിറഞ്ഞു. കുട്ടികൾക്ക് ആഹ്ലാദമായി, ആളുകൾ കാണാൻ വന്നിരിക്കുന്നു. വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നോക്കൂ, പക്ഷെ 2018 പ്രളയം എന്ന് പറഞ്ഞത് ഇതാണ്. അന്നമനയുടെ, എന്റെ വീട്ടിൽ നാടിന്റെ അടുത്തുള്ള പുഴയാണ് അന്നമനയുടെ. പുഴയിൽ വെള്ളം പൊന്തിയപ്പോ ഞാൻ പോയി എടുത്ത ഫോട്ടോയുടെ, എന്റെ വീട്ടിൽ വെള്ളം കയറില്ല എന്ന് കരുതി ഞാൻ ഫോട്ടോ എടുക്കാൻ നടന്ന ഒരാളാണ്. എന്ത് അപകടം വരുമ്പോഴും മനുഷ്യൻ അങ്ങനെയാണല്ലോ. എനിക്ക് പറ്റില്ല, ബാക്കിയുള്ളവർക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ഷാജി CP വിചാരിച്ചു. പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ വീടിന്റെ മേളിൽ കൂടെ വെള്ളം പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടം വന്നില്ല. വെള്ളം മുങ്ങി എങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ ഇരിക്കും? ഞാൻ ഇരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, നെൽപ്പാടങ്ങളുടെ അളവ് കുറഞ്ഞതാണ് നമ്മളെ പ്രളയം. നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എന്ന് പറയുന്ന മനുഷ്യർ പ്രളയഭീതിയിൽ ജീവിക്കേണ്ടി വരും. കേരളത്തിലുള്ളവരെല്ലാവരും പ്രളയഭീതിയിൽ ജീവിക്കേണ്ടി വരും.
കാരണം ഒരു മഴയ്ക്ക് വീടിന്റെ അകത്തേക്ക് വെള്ളം കയറും, അടുത്ത മഴ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വരൾച്ച ആരംഭിക്കും. കേരളത്തിലെ MP മാർക്ക് തിരുവനന്തപുരത്ത് ഡൽഹി പോയിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പ്രളയത്തിന് ഫണ്ട് ചോദിക്കുക, ദുരിതാശ്വാസം ചോദിക്കുക. ആഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് വരൾച്ചയ്ക്കുള്ള സഹായം ചോദിക്കുക. നമ്മുടെ കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ കുളങ്ങൾ. കുളങ്ങൾ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ഞാൻ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ കുളങ്ങൾ വലിയ ജൈവ ആവാസ വ്യവസ്ഥയാണ്, കുളങ്ങളിൽ വലിയ ഭക്ഷ്യശൃംഖലയുണ്ട്. അതായത് പുൽച്ചാടി പുല്ല് തിന്നുന്നു, ആ പുൽച്ചാടിയെ തവള പിടിക്കുന്നു, തവളയെ പാമ്പ് പിടിക്കുന്നു, പാമ്പിനെ കഴുകൻ പിടിക്കുന്നു, അങ്ങനെ ഒരു വലിയ ഭക്ഷ്യശൃംഖല നിലനിൽക്കുന്നു. അത് വലിയൊരു ആവാസ വ്യവസ്ഥയാണെന്നൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ടാവും. നോക്കൂ, കുളങ്ങൾ വേറൊരു സാമൂഹ്യ ധർമ്മം കൂടി നിർവഹിച്ച് അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ പറഞ്ഞേ, പണ്ട് കാലത്ത് ധാരാളം നാട്ടിലെ ഞാൻ 18ാം വാർഡ് എന്ന് പറഞ്ഞൊരു വാർഡിലാണ്. ആ അന്നമനട പഞ്ചായത്തിലെ, തൃശ്ശൂർ ജില്ലയിലെ അന്നമനട പഞ്ചായത്തിലെ 18ാം വാർഡിലെ ഒരു അംഗമാണ് ഞാൻ. എന്റെ നാട്ടിൽ ഏതാണ്ട് 30ഓളം 40ഓളം കുളങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു. 1361 അംഗങ്ങളുള്ള ഒരു വാർഡാണത്. അതിനകത്ത് 30 40 മേലെ കുളങ്ങളുണ്ടായിരുന്നു. ഈ കുളങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ ധാരാളം കുളിക്കാൻ വരികയും അവിടെ ഇരുന്ന് അവർ പരദൂഷണം പറയുകയും ചെയ്തു. ഞാൻ ആ പരദൂഷണം എന്ന വാക്കിന് ഞാനൊന്ന് ഈ യുവൽ ഹരാരി പറഞ്ഞത് വെച്ച്, മനുഷ്യനെ ഏറ്റവും അടുപ്പിക്കുന്നത് പരദൂഷണമാണ്. നിങ്ങൾ എല്ലാവരും പരദൂഷണം പറയണമെന്നാണ് ഞാൻ പറയാം. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരോടും പറയണം. മനുഷ്യന് പരദൂഷണമാണ്. പരിസ്ഥിതിയിലെ ഏറ്റവും നല്ല രസമുള്ള കാര്യം എന്താ അറിയോ? മനുഷ്യനെ പരദൂഷണം പറയണം. ഇല്ലാച്ച നമുക്ക് സ്നേഹബന്ധം ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും രസകരമായിട്ട് പറയാറുള്ള എന്താ വെച്ചാൽ, കോളേജിലെ ഹിസ്റ്ററി 2 അധ്യാപികമാർ കോളേജ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ 1ാം ലോക മഹായുദ്ധത്തെ 1914-18 1ാം ലോക മഹായുദ്ധത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളായി ജർമ്മനിക്ക് വേഴ്സായ സന്ധി മൂലം നഷ്ടപ്പെട്ട മാന്യത നഷ്ടപ്പെട്ടത് കൊണ്ട് ഹിറ്റ്ലർ അധികാരത്തിൽ വരികയും 2ാം ലോക മഹായുദ്ധം 39-45 വരെ ഉണ്ടാവുകയും അത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും അത് ലോകത്തിന്റെ ക്രമങ്ങളെ ബാധിക്കുകയും അമേരിക്ക വലിയ സാമ്പത്തികത്തെ വരികയും ചെയ്യുന്നൊന്നും അല്ല അവർ ചർച്ച ചെയ്യാം. അവർ ചർച്ച ചെയ്യണത് സൂസൻ എടുത്തോണ്ട് വന്ന സാരി നല്ലതായിരുന്നു, പക്ഷെ അവളെ കാണാൻ ഭംഗിയില്ലല്ലോ എന്നായിരിക്കും. ഒരു പരദൂഷണാണ്. അവരെ തമ്മിൽ അടുപ്പിക്കുന്നത് പരദൂഷണ എന്ന് പറയാം. നാട്ടുകൂട്ടായ്മകളെ വളർത്തിയിരുന്നത് നമ്മുടെ കുടുംബം, എന്താ പറയാ, കുളങ്ങളാണ്. കുളങ്ങൾ ഇല്ലാതായി പോയപ്പോഴാണ് നമ്മുടെ നാട്ടുകൂട്ടായ്മകൾ ഇല്ലാതായി പോയതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുളങ്ങൾ നല്ലൊരു ജൈവാവാസ വ്യവസ്ഥയാണ്. മത്സ്യങ്ങളുടെ വേനൽക്കാല വസതികളാണ്. മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നവയാണ്. നാടിനെ നീരൂട്ടുന്ന തണ്ണീർക്കുടങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കി നിൽക്കെ കുളങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വലിയ സമ്പത്തിന്, എന്റെ വീടിന്റെ താഴെ ഉണ്ടായിരുന്ന ഒരു കുളമാണ്, ഇത് മുങ്ങിപ്പോയി കേട്ടോ. ഇത് മുങ്ങിപ്പോയി, ഇത് ജീവാശ്മമാണെന്നാണ് ഞാനിപ്പോ പറയാം. അടുത്തതാണ് നമ്മുടെ കാവുകൾ എന്ന് പറയുന്നത്. സേക്രഡ് ഗ്രൂവ്സ് എന്നാണ് നമ്മൾ പറയുക. ആരെങ്കിലും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? കാവ് എന്ന വാക്കിന്റെ അർത്ഥം കന്യക എന്നാണ് കേട്ടോ. മഹാകവി P. കുഞ്ഞിനായരുടെ തന്നെ ഒരു കവിതയിലില്ലേ, തെന്നൽ കന്യതൻ പേര് ചോദിച്ചു കുഞ്ഞിക്കാവെന്ന് മന്ദമുരച്ചു എന്നാണ്. തെന്നൽ കന്യതൻ പേര് ചോദിച്ചു കുഞ്ഞിക്കാവെന്ന് മന്ദമുരച്ചു എന്നാണ്. ഋതുമതിയാകാത്ത പെൺകുട്ടിയാണ് നമ്മൾ കാവെന്ന് വിളിക്കുക. സാധാരണ ബ്രാഹ്മണ സ്ത്രീകളെയൊക്കെ അങ്ങനെ കാവെന്ന് വിളിക്കുക. രാധക്കാവ്, ഗീതക്കാവ്, ഞങ്ങളുടെ അമ്മയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഓക്കെ, കാവുകൾ എന്ന് പറയുന്നത് ജൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ, അത് വെച്ചാൽ ബോട്ടണി സസ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികളുടെ പർദീസയാണെന്നൊക്കെ പറയാറുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് പാമ്പുകളൊക്കെ സുരക്ഷിതമായി, നമ്മൾ പാമ്പുകളെ സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്ന ആളുകളാണല്ലോ നമ്മള്. പക്ഷെ പാമ്പുകൾക്കൊക്കെ സുരക്ഷിതമായ ഒരു താവളം നമ്മൾ നൽകിയിരുന്നു. അവർക്ക് നമ്മുടെ ജൈവ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ആരാധനയായിട്ടും മറ്റുമൊക്കെ നമ്മള് കാവുകളെ, മനുഷ്യൻ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കുടിയേറിയപ്പോഴും ഒരു തുണ്ട് കാട് അവർ സംരക്ഷിച്ചിരുന്നു. നമുക്കൊരു കാട് സംരക്ഷിക്കണമെങ്കിൽ ഒരു DFO, അതിന് താഴെ റേഞ്ച് ഓഫീസർ, അതിന് താഴെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, കുറഞ്ഞത് 5 ഗാർഡെങ്കിലും വലിയ തുക ചെലവുള്ളപ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ, അത് ചില നല്ലതിനുള്ള ചീത്ത വഴികളാണെന്ന് കരുതിയാൽ മതി. നല്ലതിനുള്ള ചീത്ത വഴികളാണെന്ന് കരുതിയാൽ പോലും കാവുകളെ സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ കുളങ്ങളിൽ കിണറുകൾ വറ്റാതിരിക്കും. ചിലയിടങ്ങളിൽ, കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ കാവുകളിൽ ഉയരമുള്ള മരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ പരുന്തുകൾ പോലുള്ള ചില പക്ഷികൾക്ക് മുട്ടയിടാനും മറ്റുമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാ പറയുന്നത്. കാവുകൾ അന്യം നിന്നതോടെ അത്തരത്തിലുള്ള പക്ഷികൾക്ക് മുട്ടയിടാൻ പറ്റാതെ വരികയും അവ പതിയെ പതിയെ വംശനാശത്തിലേക്ക് നീളുകയും ചെയ്തു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും നല്ല മനുഷ്യൻ വിശ്വാസത്തിന്റെ പുറത്ത് കാട് സംരക്ഷിക്കുന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എത്ര ചെലവ് നമുക്കുണ്ട്. ഇത് ആകെ കൂടി ഒരു വിശ്വാസം മാത്രം മതി, മനസ്സിലായില്ലേ? മാത്രമല്ല, ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ് കാവുകൾ എന്ന് നമ്മൾ പറയാം. ശവന്നാറി പോലുള്ള ചില സസ്യങ്ങൾ
അതൊക്കെ ഔഷധം. ഞാൻ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു വേള അടുത്ത തലമുറയ്ക്ക് എയ്ഡ്സിന് വരെ ഔഷധമായേക്കാവുന്ന ഔഷധങ്ങൾ, സസ്യങ്ങൾ നമ്മുടെ കാടുകളിലോ കാവുകളിലോ ആണ് ശേഷിക്കുന്നത്. ഇനി നമ്മുടെ കാട് മൊത്തം നമുക്ക് വെട്ടിവിറ്റാലും സ്വന്തം ഒരു വീട്ടിലുള്ള കാവ് ഒരു പ്രതിരോധത്തിന്റെ വിത്താണെന്നാണ് ഞാൻ പറയുന്നത്. കാവുകളിൽ അതിക്രമിച്ച പഴയ കാലത്തെ നിയമങ്ങൾ എത്ര ടാബൂസ് എന്ന് കേട്ടിട്ടില്ലേ? ഊരുവിലക്കുകൾ, അല്ലെങ്കിൽ ഈ ഒരു നാട്ടുകൂട്ടത്തിന്റെ നിയമങ്ങൾ, അതിന് നമ്മൾ ടാബൂസ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള നിയമങ്ങൾ എത്ര ശക്തിയോടെയാണ് കാവുകൾ സംരക്ഷിച്ചതെന്നറിയോ? അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന ഇരിങ്ങോൾ കാവായാലും മുക്കത്തല കാവായാലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കലശമല കാവായാലും, ഈ കാവുകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പഴയ തലമുറ നിലനിർത്തിയിരിക്കുന്ന ചില പരമ്പരാഗത വിശ്വാസങ്ങളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. കാവിൽ അതിക്രമിച്ച് കടന്നതിന് പാർവതി ശാപമേറ്റ് ഇളയെന്ന പെണ്ണായി തീർന്ന കുമാരന്റെ കഥ ഇതിഹാസങ്ങളിലുണ്ട്. കാവിൽ അതിക്രമിച്ച് കടന്നതിന് ഊരുവിലക്കിലെ കൽപ്പിക്കപ്പെട്ട വയനാട്ടു കുലവന്റെ പാട്ട് തോറ്റംപാട്ടുകളിലുമുണ്ട്. എന്ന് വെച്ചാൽ ടാബൂസ് എല്ലാം തന്നെ വളരെ ശക്തമായതാണെന്ന് അർത്ഥം. അങ്ങനെ നമ്മൾ സംരക്ഷിച്ചതാണ് ഈ കാവുകൾ. കാവുകൾ നല്ലൊരു ജൈവ ആവാസ വ്യവസ്ഥയാണ്. കാവുകൾ പക്ഷികളുടെ പർദീസയാണ്. സർപ്പങ്ങളടക്കമുള്ള ജീവികൾ അതിൻ്റെ അകത്താണ്. നമ്മളൊരു മിനി ജൈവ ആവാസ വ്യവസ്ഥയാണ് കാവുകൾ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, കാവുകൾ അങ്ങനെ. അടുത്ത കാടുകളാണ്. ഇത് ഞാൻ ഇടുക്കിയിൽ എടുത്ത ചിത്രമാണ്. ഞാൻ ഇടുക്കിയിൽ കഴിഞ്ഞ മാസം ഇടുക്കിയിലുണ്ടായിരുന്നു. അപ്പൊ എടുത്ത ചിത്രമാണ്. ഈ FAന്റെ ഒരു നിർവചനമുണ്ട് കാടിനെ കുറിച്ച് കേട്ടോ. ഫോറസ്റ്റ് ഈസ് എനി ലാൻഡ് ഓഫ് വെജിറ്റേഷൻ അസോസിയേഷൻസ് ഡോമിനേറ്റഡ് ബൈ ട്രീസ് വിച്ച് എക്സർട്സ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ലോക്കൽ ക്ലൈമറ്റ് ആൻഡ് വാട്ടർഷെഡ് ആൻഡ് ദാറ്റ് വിച്ച് ഹാർബർ ദ വൈൽഡ് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. അതാണ് അതിന്റെ ഒരു നിർവചനം. ഫോറസ്റ്റിന്റെ നിർവചനമാണ്. Forest is any land of vegetation associations dominated by trees which exerts an influence on the local climate and watershed and that which harbor the wildlife and livestock. ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇത്തിരി സ്പീഡിലാണ്. ഞാൻ ചെറിയ മനുഷ്യനാണെങ്കിൽ സ്പീഡ് കൂടുതലാണ്. ചെറിയ മനുഷ്യർക്കൊക്കെ സ്പീഡും. സ്മോൾ തിങ്സ് ആർ നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ആൾസോ സ്പീഡ്ഫുൾ എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കൂ, ഒരു പ്രദേശം സസ്യങ്ങളാൽ സമ്പന്നം, അതിൽ തന്നെ മരങ്ങൾ അതിനിബിഡവും തനത് പ്രദേശത്തെ കാലാവസ്ഥയിലോ ജലലഭ്യതയിലോ ഗണ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും വന്യമൃഗങ്ങൾ അടക്കമുള്ള ജീവികളെ പോറ്റുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്കാണ് നമ്മൾ കാറ്റെന്ന് പറയുക, അല്ല കാട് എന്ന് പറയുക. അതിന്റെ അകത്തൊരു ഡെഫിനേഷൻ്റെ അകത്തൊരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ടേ. വന്യമൃഗങ്ങൾ അടക്കമുള്ള എന്ന് വെച്ചാൽ നമ്മളും അടക്കമുള്ള ജീവികൾ എന്നാണ് അർത്ഥം കേട്ടോ. അതിന്റെ അകത്തുള്ള ആദിവാസി സമൂഹങ്ങളും നമ്മൾ ഈ പറയുന്ന കാടിന്റെ നിർവചനത്തിനകത്ത് വരും. എത്തനിക് ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ പറയുക. അവർ കൂടി ഇതിന്റെ അകത്ത് സംരക്ഷിക്കപ്പെടേണ്ടവരും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ടവർ കൂടിയാണ്. ഇത് എരവികുളം ദേശീയോദ്യാനത്തിലെ പലതരത്തിലുള്ള കാടുകൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, അതിൽ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, മൊട്ടക്കുന്നുകൾ തുടങ്ങി തിരുനെൽവേലി ഫോറസ്റ്റ് ഷെപ്പ് വരെ പ്രത്യേകതരം ഒരു വനവാസ വ്യവസ്ഥ കൂടി നമുക്കുണ്ട്. ഞാൻ പശ്ചിമഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നിരവധി ജൈവജാലങ്ങളെ പോറ്റുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജലം അടുത്ത കാലത്തേക്ക് കൂടി ഒഴുക്കി തരുന്ന ഒരു ആവാസ വ്യവസ്ഥയെ കാട് നിലനിൽക്കുന്നു. നമ്മളുടെ സംസ്കാരത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം. പശ്ചിമഘട്ടം ഇല്ലാച്ച നമ്മുടെ മൺസൂൺ കാറ്റ് എവിടെ പോയി തടയും. ഓക്കെ, ഇത് ഞാൻ ഇടുക്കിയിൽ നിന്ന് എടുത്ത ചിത്രമാണ് കേട്ടോ. നോക്കൂ, നമ്മുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് കാടുകളും കരകളും ചേർന്ന്, കാടും പുഴകളും ചേർന്ന് നമുക്ക് തരുന്ന ആവാസ വ്യവസ്ഥകളുടെ ജീവജാലങ്ങളുടെ ഇങ്ങനെ ഒരു കണക്ക് ചിലപ്പോൾ നമുക്ക് വനം വകുപ്പിന്റെ ഒക്കെ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 101 സസ്തനികളുണ്ട്, 540 പക്ഷികളുണ്ട്, 200 നമ്മൾ ആ പാമ്പ് കരണേ ഒന്നും അല്ലിയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. 201 പൂരകങ്ങളുണ്ട്, പാമ്പ് കരണ ഒന്ന് പല്ലി പോലുള്ള 186 തവളകളുണ്ട്, 196 ശുദ്ധജല മത്സ്യങ്ങളുണ്ട്, 326 പൂമ്പാറ്റകളുണ്ട്. ഈ കണക്കുകളൊന്നും തന്നെ നമ്മള് എന്താ പറയാ, ഇത് അവസാനത്തെ വാക്കൊന്നുമല്ല കേട്ടോ. നാളെ ഒരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ച് ഒരെണ്ണം കൂടി കൂടും. അപ്പൊ ഷാജി പൊട്ടൻ എന്തെല്ലോ പറഞ്ഞൊന്നും പറയരുത് കേട്ടോ. അപ്പൊ 135 ക്രാബ്സുകളുണ്ട്. ഇനിയും കണ്ടുപിടിക്കാൻ കിടക്കുന്നു. ഇനിയും പഠനം, കുട്ടികൾക്കൊക്കെ പുതിയൊരു ചാൻസ് ആണ് കേട്ടോ. അവർക്കൊരു അവസരമാണ് പുതിയതിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് പുഴകളാണ്. ഇത് വീഡിയോ ഉള്ള സൗണ്ട് കേൾക്കില്ല. നോക്കൂ, പുഴകളെ കുറിച്ച് നമ്മൾ പറയാം. അടുത്തൊരു ആവാസ വ്യവസ്ഥയാണ് പുഴ എന്ന് പറയുന്നത്. പുഴകളെ കുറിച്ച് പഠിക്കുന്നതിന് പോട്ടോമോളജി എന്നാണ് പറയുക. പോട്ടോമോളജി എന്ന് പറഞ്ഞാല് നദികളെ, പോമോളജി എന്ന് പറഞ്ഞ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് കേട്ടിട്ടില്ലേ? വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മെസോപ്പൊട്ടോമിയ എന്ന് കേട്ടിട്ടില്ലേ? മീസോ എന്ന് വെച്ചാൽ ലാറ്റിൻ വാക്കാണ്, നടുവിൽ എന്നാണ് അർത്ഥം. പൊട്ടോമസ് എന്ന് വെച്ചാൽ നദി എന്നാണ് അർത്ഥം. 2 നദികൾക്ക് ഇടയിലുള്ളത് കൊണ്ടാണ് അതിനെ മെസോപ്പൊട്ടോമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്.
യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്ക് കിടക്കുന്ന ഇന്നത്തെ പേർഷ്യയാണ്, പണ്ടത്തെ പേർഷ്യ ഇന്നത്തെ ഇറാഖാണ് നമ്മൾ ഈ പറയുന്ന മെസോപ്പൊട്ടോമിയ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നദികളെ നന്നായി സംരക്ഷിക്കുന്നവരാണ്. നമ്മൾ നദികളെ ദൈവതുല്യരായി കാണുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. സാംസ്കാരിക പാരമ്പര്യമോ ആധ്യാത്മിക പാരമ്പര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. ലോകത്തിൽ എവിടെയില്ലാത്ത മതങ്ങൾ ഇന്ത്യയിലുണ്ട്. പല രാജ്യത്തും പിറന്ന മതങ്ങൾ അവിടെ വന്യ പേർഷ്യൻ സൗരാഷ്ട്രീയ മതം അവിടെ പേർഷ്യയിൽ ജനിച്ചെങ്കിലും അവിടെ ഇല്ല, ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ശരിയല്ലേ? നമ്മളൊരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക രാജ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇന്ത്യയാണ് കേട്ടോ. നോക്കൂ, ഇത് നദികൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് നദികളെ ഗംഗ സ്നാനേന എന്നാണ് പറയാ. ഗംഗയിൽ കുളിച്ചാൽ നിങ്ങളുടെ പാപം പോകും അത്രേ, നിങ്ങളുടെ ഈ ലോകത്തിലുള്ള പാപങ്ങളെല്ലാം പോകും അത്രേ. ഗംഗയിൽ കുളിച്ച് ഗംഗ സ്നാനേന യമുന പാനേന, യമുനയിലെ വെള്ളം കുടിച്ചാൽ മതി എന്നാണ് പറയുക, നിങ്ങളുടെ പാപങ്ങൾ പോകും അത്രേ. യമുന പാനേന. അടുത്തത് പറഞ്ഞത് നർമ്മദ ദർശനേന, നർമ്മദയെ നിങ്ങൾ കണ്ടാൽ മാത്രം മതി, അപ്പൊ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോകും അത്രേ. തവ തപ്തി സ്മരണേന, പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളമുള്ള 40 കിലോമീറ്റർ വീതി, ശരാശരി 40 കിലോമീറ്റർ വീതിയുള്ള 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന 25 ലക്ഷം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന പടിഞ്ഞാറൻ ഇന്ത്യയുടെ എന്താ പറയാ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു പർവ്വതനിരയാണ് നമ്മൾ എന്ത് പറയാ പശ്ചിമഘട്ടം എന്ന് പറയാ. പശ്ചിമഘട്ടത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ താപ്തി നദിയാണ്. താപ്തി നദിയെ നിങ്ങൾ സ്മരിച്ചാൽ മതി എന്നാണ് പറയുക. സ്മരിച്ചാൽ അപ്പൊ തന്നെ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല കേട്ടോ. ലോകത്തിലെ ഈ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് അവര് വലം വെക്കുക എന്തിനെയൊക്കെയാണ്? ഒന്നുകിൽ മാതാപിതാക്കളെയൊക്കെ വലം വെക്കുമെന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ട്. വിവാഹ സമയത്ത് വധുവും വരനും അഗ്നിയെ വലം വെക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളെ വലം വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ലോകത്തിൽ നദിയെ വലം വെക്കുന്ന ഒരു ജനം പറയുന്നത് ഈ ഹൈന്ദവരായിരിക്കണം, അല്ലെങ്കിൽ ഹൈന്ദവരെന്നാണ് ഞാൻ പറയുന്നത്, ഇന്ത്യക്കാരായിരിക്കണം. നർമ്മദയെ വലം വെച്ചാൽ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. 2 പ്രത്യേകതകൾ കൂടി ഉണ്ട്. നർമ്മദ അമർഖണ്ഡത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. 1341 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. അത് അവിടെ നിന്ന് ഒഴുകി പടിഞ്ഞാട്ടാണ് ഒഴുകുന്നത്. അറേബ്യൻ സീയിൽ വന്നിട്ടാണ് അത് പതിക്കുന്നത് കേട്ടോ. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനോസറുകൾ ഇന്ത്യയിലും ജീവിച്ചിരുന്നു കേട്ടോ. അതായത് അതിന്റെ പേര് ബാരപ്പസോറസ് ടാഗോറി എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫോസിൽ ഈ നർമ്മദയുടെ തീരത്തു നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഒരു വലിയ ഡൈനോസറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നർമ്മദ എന്ന് പറയുന്ന നദി നമ്മളുടെ ജിയോളജിയെ, ഇന്ത്യൻ ഭൗമശാസ്ത്രത്തെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു നദി കൂടിയാണ് കേട്ടോ. രസകരമായി കേരളത്തിൽ 44 നദികൾ ഉണ്ടെന്നാണ് പറയുക. 3 കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി 41 പടിഞ്ഞാട്ട് ഒഴുകുന്നു എന്നാണ് പറയുക. ഇതിനൊക്കെ തന്നെ നല്ല രസകരമായ ചരിത്രങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഈ നദികളുടെ പേരുകളൊന്നും തന്നെ ഇതല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്റെ നാട്ടിൽ കാണുന്ന 2 പുഴകളാണ്. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണല്ലോ. അപ്പൊ കരുവന്നൂര്, കേച്ചേരി, പുഴയ്ക്കൽ, ചാലക്കുടി, ഈ 4 പുഴകളാണ് എന്റെ നദിയിലുള്ളത്. അതിൽ പെരിയാറിന്റെ ശരിക്കുള്ള പേര് പൊരുന്നൈന എന്നൊരു പേര് കൂടി ഉണ്ട്. അത് കൂടാതെ സംഘകാല കൃതികളിലൊക്കെ ചൂർണിയാർ എന്നാണ് അവളെ കാണുക. ചൂർണിയാർ എന്ന് പറഞ്ഞാൽ ചൗർണം ധാരാളമുള്ള നദി എന്നാണ്. ചൗർണം എന്ന് വെച്ചാൽ മുത്തെന്നാണ് അർത്ഥം, കുടിയെന്നല്ല, മുത്തെന്നാണ് അർത്ഥം. നമ്മൾ സ്വർണം ധരിക്കാൻ തുടങ്ങിയത് ഗ്രീക്കുകാർ വന്നതിന് ശേഷമാണെന്നാ പറയുന്നത്. അതിക്ക് മുമ്പ് നമ്മളുടെ ഭാര്യമാരെയൊക്കെ നമ്മള് സ്വർണം സുന്ദരിയാക്കണമെങ്കിൽ നമ്മൾ പെരിയാറിലേക്ക് എടുത്തു ചാടുക ചെയ്യാം. ഭർത്താക്കന്മാര് പെരിയാറിലേക്ക് എടുത്തു ചാടി അവിടെ ഒരു തരം വെളുത്ത ഒരു കക്കയുണ്ട്, അതിനെ പറയുന്ന ലമല്ലിഡൻസ് ഫ്രാങ്കിയാലിസ് എന്നാണ് ശാസ്ത്രനാമം. നമ്മുടെ തോടുകളിലും പുഴകളിലും ഒക്കെ ഉണ്ടായിരുന്നു. അവര് മുത്തുണ്ടാക്കും. കടലിൽ കാണുന്ന പേളോയിസ്റ്റർ മാത്രമല്ല, അല്ലാത്ത കക്കകളും മുത്തുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ മുത്ത് ധാരാളം ഉണ്ടാക്കിയിരുന്ന കക്കകൾ ഉണ്ടായിരുന്ന ഒരു നദിയായിരുന്നു പെരിയാർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ആ മുത്ത് കോർത്തെടുത്തിട്ട് ഭാര്യമാരെ സുന്ദരിയാക്കിയിരുന്നു അത്രേ. ഞാൻ കുട്ടികളോട് തമാശയായിട്ട് പറയാറുള്ളത് ആ ഓർമ്മയിലാണ് ഇപ്പോഴും ഭാര്യമാരെ പലരും മുത്തേന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറയാറ്. ഇനി ഭാരതപ്പുഴയുണ്ട്. ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് അതിനെ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അവൾക്ക് വേറെ പുഴകൾക്കൊക്കെ സ്ത്രീകളുടെ പേരാട്ടോ. സ്ത്രീകളുടെ പുഴകൾക്ക് മാത്രമല്ല, ഈ കൊടുങ്കാറ്റിനൊക്കെ സ്ത്രീകളുടെ പേരാ. ഈ എപ്പോഴത് അവരാ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ. ഈ എന്താ പറയാ, ഒരു പുഴയ്ക്കും വേലായുധം പുഴ എന്നോ കൃഷ്ണൻകുട്ടി പുഴ എന്നൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. ശരിയല്ലേ? ഒക്കെ ഇതിനും എന്തോ ദേവിയൊക്കെ ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. പുഴകളെ നിർവചിക്കാനായിട്ട് ശാസ്ത്രീയമായ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടം മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണ്. അതാണ് ഏറ്റവും നല്ല പുഴ നിർവചനം.
എന്റെ പൈക്കന്നിന്നു നീരു നൽകിയിടാതെ, എന്റെ പൊന്മാനിന്നു മീനു നൽകിയിടാതെ, കുസൃതി കുരുന്നുകൾ ജല കേളിയാടാതെ, ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ, കുപ്പിവള തരുണി മുങ്ങി നീരാടാതെ, വയലുവാരങ്ങളിൽ കുളിരു കോരിയിടാതെ, എന്തിന്നു പുഴ എന്ന പേരു മാത്രം. അതാണ് പുഴ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശാസ്ത്രം പഠിപ്പിച്ച് കുട്ടികളെ വെറുപ്പിക്കരുത്. കുട്ടികളോട് ഇങ്ങനെ സാഹിത്യം കൂടി പറഞ്ഞു കൊടുക്കണം. പുഴ എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ കിലോമീറ്റർ വൃഷ്ടി പ്രദേശം വേണം, അതിൽ കൂടെ ഇത്ര കിലോമീറ്റർ വഴി വെള്ളം ഒഴുകണം, അത് അങ്ങനെ വേണം, ഹൈഡ്രജൻ വേണം, ഓക്സിജൻ വേണം എന്നൊക്കെ പറഞ്ഞു കുട്ടികളെ പേടിപ്പിക്കാതെ അവരോട് പറയണം, എന്റെ പൈക്കന്ന്, എന്റെ പശുവിന് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പുഴ. എന്റെ പൊന്മാനിന് വിശക്കുമ്പോ മീൻ സൂക്ഷിച്ചു, അതിന്റെ ഭക്ഷണമാണ് മീൻ, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പുഴ. കുസൃതി കുരുന്നുകൾ ജല കേളിയാടാതെ, കുട്ടികൾ തലകുത്തി മറിഞ്ഞ് കളിക്കട്ടെ, കുളിക്കട്ടെ. കുപ്പിവള തരുണി മുങ്ങി നീരാടാതെ, കുപ്പിവള പെൺകുട്ടികൾ പോയി സ്ത്രീകൾ പോയി കുളിക്കണം. കുപ്പിവള തരുണി മുങ്ങി നീരാടാതെ, ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ. പ്രണയഭാരം കൊണ്ട് തല താഴ്ന്നു പോകുന്നു അത്ര സ്ത്രീകൾക്ക്. അന്നതുപോലെ പ്രണയഭാരം കൊണ്ട് എന്താ പറയാ തല താഴ്ന്നു പോയ ആറ്റുവഞ്ചി പൂവ് അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പുഴയെ ചുംബിക്കുന്നതായിട്ട്. ആറ്റുവഞ്ചി പൂവിനുമ്മ നൽകിയിടാതെ, കർഷകന്റെ വയൽ നനച്ചു കൊടുക്കണം, വയലുവാരങ്ങളിൽ കോരിയിടാതെ, എന്തിന്നു പുഴ എന്ന പേരു മാത്രം. സുധാ ദേവദാസ് ബ്രഹ്മപുത്ര നദിയുണ്ട്. ബ്രഹ്മപുത്ര എന്ന വാക്കിന്റെ അർത്ഥം ഋഗ്വേദത്തിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള നദിയുടെ പേരാണ് ബ്രഹ്മപുത്ര. ആക്ച്വലി ഇന്ത്യൻ സ്ത്രീ, നമ്മുടെ ഹൈന്ദവ സ്ത്രീകളെല്ലാം തെറ്റിദ്ധരിക്കുന്നത് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പുത്നാമിനി ഇതിപുത്ര നരകത്രായതാണ്. ഇപ്പൊ സുധാ ദേവദാസ് ചോദ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന് മറുപടിയാണ് ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു പോവാണ്. പുത്രനാമിനി ഇതിപുത്ര നരകത്രായത എന്നാണ് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നരകത്തിൽ ഞങ്ങളെ ത്രാണനം ചെയ്യാൻ സഹായിക്കുന്നവനാണ് പുത്രൻ. ഋഗ്വേദത്തിൽ എവിടെയും പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം ആൺകുട്ടികൾ എന്ന അർത്ഥമില്ല. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ പുത്രനാമിനി ഇതിപുത്ര നരകത്രായത എന്ന് അതിന്റെ അർത്ഥം എനിക്ക് മക്കളെ നൽകിയാലും എന്നാണ്. എനിക്ക് മക്കളെ നൽകിയാൽ. പുത്ര എന്ന വാക്കിന്റെ അർത്ഥം ഓസ്പ്രിങ്സ് എന്നാണ്. പുത്രനാമിനി ഇതിപുത്ര നരകത്രായത. അമ്മ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്, ഭാഗ്യവന്ന പ്രസൂയത എന്നും പറഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ലേ പ്രാർത്ഥന. എനിക്ക് പുത്രനെ നൽകിയാലും എന്ന് പറഞ്ഞിട്ടാണ്. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം കുട്ടികൾ, ആൺകുട്ടികൾ എന്നല്ല, മക്കൾ എന്നാണ്. ഋഗ്വേദത്തിൽ എന്റെ അറിവില് ഋഗ്വേദത്തിൽ എവിടെയും അത് സ്ത്രീലിംഗ പുല്ലിംഗ പദമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നതാണ് മാത്രം. വേറൊരു നദിയുണ്ട് സുധ മാഡം, അതിന്റെ പേര് മിസിസിപ്പി എന്നാണ്. അതിന്റെ അർത്ഥം ഫാദർ ഓഫ് റിവേഴ്സ് എന്നാണ്. പക്ഷെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണേ. അപ്പൊ നമുക്ക് ഇതാണ് പുഴ എന്ന് നമ്മൾ. പക്ഷെ നമ്മുടെ എല്ലാ പുഴകളും വംശനാശത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ വംശനാശമാണ്, ജീവികളുടെ വംശനാശത്തിന്റെ കാരണം. പുഴ മരിക്കുന്നതോടെ മീനുകളും മരിക്കുന്നുവല്ലോ. അപ്പൊ പുഴ ഇല്ലാതാകുന്നു എന്നാണ് ഈ മുരുകൻ കട്ടാക്കട തന്നെ അദ്ദേഹത്തിന്റെ തിരികെ യാത്ര എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. എന്ന് വെച്ചാല് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും പിറന്നു വീണത് പുഴയുടെ തീരത്താണ്, മനുഷ്യനടക്കം അല്ലെ. ലോകത്തിൽ 22 സംസ്കാരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. മെസോപ്പൊട്ടോമിയൻ ഉണ്ട്, അസീറിയൻ ഉണ്ട്, ആസ്കർ ഉണ്ട്, ഇൻകയുണ്ട്, മെസോപ്പൊട്ടോമിയൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ ഗ്രീക്ക് സംസ്കാരമുണ്ട്, ഗ്രീക്കോ റോമൻ സംസ്കാരമുണ്ട്. അതിലൊന്നാണ് സിന്ധു. ഇതെല്ലാം പിറന്നു വീണ നദികളുടെ പുറത്താണ്. പക്ഷെ ആ നദികൾ തന്നെയാണ് ഇല്ലാതാവുന്നത്. സംഘങ്ങളായി സംസ്കാര സഞ്ചയം പെറ്റു വളർത്തി പണിക്കാരി അമ്മ പോൽ തീറ്റയും നൽകി തോറ്റങ്ങൾ നൽകി കൂട്ടിനു പൂക്കൾ പുൽമേടു നൽകി പാട്ടും പ്രണയവും കോർത്തു നൽകി ജീവന സംസ്കൃതി പെരുമ നൽകി എന്നാണ് കവി പാടുന്നത്. അത് കഴിഞ്ഞിട്ട് കവി പിന്നെ വളരെ ആശങ്കയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി വരും നൂറ്റാണ്ടിൽ ഒരു പുസ്തകത്താളിൽ ഒരു പുഴ എന്ന പേരെന്റെ ചരിതപാഠം. ഇനി വരുന്ന കാലത്ത് ഞാൻ എന്റെ പേര് ഇതിലെ ഒരു പുഴ ഒഴുകിയിരുന്നു, അതിന്റെ പേര് ഭാരതപ്പുഴ എന്നായിരുന്നു എന്ന് കുട്ടികൾ പഠിക്കും. അങ്ങനെ ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്ന നദികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കടലിൽ പതിക്കാത്തൊരു നദി ഉണ്ടല്ലോ ഇന്ത്യയിൽ, ലൂണി എന്ന് പറഞ്ഞിട്ടുള്ള നദി കടലിൽ പതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാ പുഴകളും തന്നെ മലിനപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത് കടലും പുഴയെന്ന് പറയാ, മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പുഴ എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പുഴ പമ്പയാണ് കേട്ടോ. പമ്പയിലെ എന്താ പറയാ, പമ്പയിലാണ് അവിടെ അയ്യപ്പൻ താമസമാക്കിയത്. ഒരുപക്ഷെ ഈ പമ്പയെ കൂടി കണ്ടിട്ടാവും. പക്ഷെ പമ്പയിൽ നമ്മൾ നോക്കൂ, നമ്മുടെ ശരണവിളികളിൽ പമ്പയുണ്ട്. ഹരിഹരസുധൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ, സ്വാമിയുടെ പൂങ്കാവനമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ശരണവിളിയിൽ ഒരു ശരണവിളി എന്താണ്? പമ്പ വാസനേന്നാണ് അല്ലെ, പമ്പയിൽ വസിക്കുന്നവനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പമ്പയുടെ അടുത്തെത്തുമ്പോൾ ആൾക്കാർ മുക്കി കുത്തിയിട്ട് പമ്പ വാസനേന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. കേരളത്തിലെ ശുദ്ധജലവുമായി സംബന്ധിച്ച് 2 പ്രശ്നമേ ഉള്ളൂ. പാലക്കാട് കൊക്കക്കോള, പമ്പയിൽ ഈക്കോളയും. ഇത്രയും പ്രശ്നമുള്ളൂ.
നമ്മുടെ ശ്രുതേലസ് ഞാൻ ഈ ഇന്നലെ വന്നുള്ളൂ. ഞാൻ പ്രവീൺ സാർ വിളിക്കുമ്പോ ഐ വാസ് ഇൻ ഉദുമൽപേട്ട്, തമിഴ്നാട്, കാവേരി നദിയുടെ അവിടെയൊക്കെ ആയിരുന്നു ഞാൻ ഇന്നലെ സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനുകൾ. എത്ര മനോഹരമായിട്ടാണ് അവർ അപ്പിടുന്നത്. അപ്പിടുന്നതല്ല, പുഴയെ മലിനമാക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പോലെ നദിയെ ദൈവമായി കാണുകയും ദേവിയായി കാണുകയും നദിയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുള്ളത് നമ്മുടെ നാട്ടിലായിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടിയിരിക്കുന്നത്. ഇത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചിത്രമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അണ കെട്ടിയിട്ടുള്ള രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും കേട്ടോ. ഇത് 1896 ഡാമാണ്. അതിന്റെ കലാപങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ ഇവിടെ മത്സ്യസമ്പത്തിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് അടിയിലും മത്സ്യങ്ങളുണ്ട്, നെൽപ്പാടങ്ങൾക്കടി. ഇത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിനെ പാതാള വരാൽ എന്നാണ്, മഹാബലി വരാൽ എന്നൊക്കെ പറയും കേട്ടോ. ഇത് ഭൂമിക്ക് അടിയിലാണ് കാണുക കേട്ടോ. ഭൂമിക്ക് അടിയിൽ എന്ന് പറയാനില്ല, നെൽപ്പാടങ്ങളുടെ മണ്ണിൽ പുറഞ്ഞൊക്കെയാണ് കാണുക. ഓക്കെ, ഇത് ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു മത്സ്യമാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് നമ്മള് ഈ കുരുടമുഷി എന്നൊക്കെയാണ് പറയാ. ഇത് 1945 ഇതിനെ കണ്ടുപിടിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു മത്സ്യമാണ്. ഇത് എന്റെ പേരിലുള്ള ഒരു മത്സ്യമാണ് കേട്ടോ. മത്സ്യത്തിന് എന്റെ പേരാണ് ശാസ്ത്രനാമമായിട്ട് നൽകിയിരിക്കുന്നത്. ക്രിപ്റ്റോഗ്ലാനി ഷാജി എന്നാണ് അതിന്റെ പേര്. മരിക്കാതിരിക്കാനാണോ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇതും ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു മത്സ്യമാണ്. കേരളത്തിലെ സുന്ദരി മത്സ്യങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ നമ്മളോട് ഒരുപാട് ചരിത്രം പറയും. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സായിപ്പിന്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ അത് പറയാനുള്ള മത്സ്യങ്ങളാണ്. ഇത് ഡെനിസോണി എന്ന് പറയുന്ന കേരള മിസ് കേരള എന്നൊക്കെ പറയുന്ന ഒരു മത്സ്യം ഇതാണ് കേട്ടോ. ഓക്കെ, ചില മത്സ്യങ്ങൾ നമ്മളോട് ഞാൻ മത്സ്യത്തെ ഒരു ഉദാഹരണമായി എടുത്താണ്. ചില മത്സ്യങ്ങൾ നമ്മളോട് ഭൂമിശാസ്ത്രം പറയും. ഇപ്പൊ ഉദാഹരണത്തിന് മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി. ഇന്ത്യയിൽ മഡഗാസ്കർ, ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ, നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, അതൊരു ഇത് കൂടിയാണല്ലോ. കന്യാകുമാരിയില് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ പേര്, ആ പാറയ്ക്കൊക്കെ പേരിട്ടിട്ടുണ്ടല്ലോ. പാറയ്ക്കും ഭൂമിക്കും ഒക്കെ മനുഷ്യൻ പേരിട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ വീടിന്റെ താഴെയുള്ള നിലങ്ങളുടെ ഒക്കെ പേരുകൾ എന്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കർഷകനാണ് ഏറ്റവും നല്ല ഇക്കോളജിസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഞാൻ താമസിക്കുന്നത് പൂരത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ തൊട്ട് താഴെയുള്ളത് ചിറ്റോടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ കിഴക്ക് വാരപ്പടവാണ്. എന്റെ അപ്പുറത്ത് കല്ലേലിയാണ്. എന്റെ അപ്പുറത്ത് ഞാലേലിയാണ്. അതിന്റെ അപ്പുറത്ത് കുറെ മാറിക്കഴിഞ്ഞാൽ ചവറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്റെ അപ്പുറത്ത് നീലക്കത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നോക്കൂ, ഭൂമിക്ക് വരെ മനുഷ്യൻ പേരിട്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര ഓമനത്തോടെ പേരിട്ടിരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ് ശാസ്ത്രജ്ഞരും പിന്തുടരുന്നത്. അപ്പോ ഈ നമ്മുടെ കന്യാകുമാരി കാണുന്ന ഒരു പാറയുടെ പേരാണ് ചാർണോക്കൈറ്റ് എന്ന വിഭാഗത്തിൽ വരുന്ന പാറയാണ്. ചാർണോക്കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജേക്കബ് ചാർണോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷുകാരന്റെ പേരിലാണ് അത് അറിയപ്പെടുക. ഈ ചാർണോക്കൈറ്റ് പാറകൾ നമ്മളോട്, കന്യാകുമാരിയിലെ ആ പാറകൾ നമ്മളോട് ഒരു കഥ പറയും. ഒരു 87 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പാറകളും നമ്മുടെ അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും നമ്മളോട് തൊട്ടടുത്താണ് കിടന്നിരുന്നത്. അതുപോലെ തന്നെ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയതാണ്. അതാണ് പാലക്കാട് അവിടെ വലിയൊരു ഗ്യാപ്പൊക്കെ ഉള്ളത്. പശ്ചിമഘട്ടത്തിൽ നമുക്ക് കോയമ്പത്തൂരേക്ക്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഏത് വഴിക്കൂടെ കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് മല കയറി ഇറങ്ങണ്ടേ? പക്ഷെ കോയമ്പത്തൂർ വാളയാർ കൂടി പോകുമ്പോഴോ അവിടെ മലയില്ല. പശ്ചിമഘട്ടം അവിടെ വെച്ച് നിന്നുപോയി. എന്നിട്ട് രണ്ടാമത് വീണ്ടും അപ്പുറത്ത് ആനമലയിൽ നിന്ന് ആരംഭിക്കുകയാണ്, അട്ടപ്പാടിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇപ്പുറത്തുള്ളത് ആനമലയും അപ്പുറത്തുള്ളത് അട്ടപ്പാടി. നോക്കൂ, അതെന്താണ് കാരണം? അങ്ങനെ ഒരു വലിയ വിടവ് പാറകൾ കൊണ്ട് ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാൽ മഡഗാസ്കർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയപ്പോണ്ടായ ഒരു വലിച്ചിലാണെന്നാണ് പറയുന്നത്. അത് ജിയോളജിയാണ്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ തെളിവുണ്ട്. അതിനുള്ള തെളിവുകൾ നൽകാൻ ചില ജീവജാലങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. പ്രവീൺ കുമാർ സാറേ, പ്രവീൺ സാറേ, ഹലോ സാറേ, ഞാൻ നിർത്തേണ്ടത് എത്ര മണിക്കാ നിർത്തണ്ടേ? കണ്ടിന്യൂ സാറേ. സമയം 45 മിനിറ്റ് അല്ലേ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. കൺക്ലൂഷനിലേക്ക് എത്തിക്കോളൂ. ഓക്കെ, ശരി. അപ്പൊ നോക്കൂ, ഈ പള്ളത്തി എന്ന് പറയുന്ന ഒരു മത്സ്യം എന്റെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്ന മത്സ്യമാണ്. ഇത് വലിയൊരു ഭൗമശാസ്ത്ര കഥ പറയുന്ന മത്സ്യമാണ്. നമ്മുടെ ഈ മഡഗാസ്കർ എന്ന് പറയും, ഇപ്പൊ ഇന്ത്യൻ ഓഷനിലാണ് അത് കാണുന്നത്. ആഫ്രിക്കയോട് ചേർന്ന് കാണുന്ന ഒരു ദ്വീപാണ്. കുറെ സസ്യങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുറെ ജീവികൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭൗമശാസ്ത്ര കഥകൾ പറയാൻ ജീവിച്ചിരിക്കുന്ന ചില മീനുകളാണത്. പക്ഷെ എന്റെ നാട്ടിൽ ഇപ്പൊ ഈ സാധനം വംശനാശം സംഭവിച്ചു പോയി എന്നുള്ളതാണ്. മനസ്സിലായ? എന്റെ അന്നമനട, കുഴൂർ എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളിൽ ഈ പള്ളത്തി എന്ന് പറയുന്ന മത്സ്യം ഇപ്പോ മുഴി എന്ന് പറയുന്ന വംശനാശം 2018 തന്നെ 12ലോ 13ലോ മറ്റോ വംശനാശം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൻതോതിലുള്ള കാർഷിക കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി, മനുഷ്യൻ കൃഷി ചെയ്യാതെ ഇരുന്നാലും മത്സ്യങ്ങൾക്കൊക്കെ വംശനാശം സംഭവിക്കും കേട്ടോ. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ എന്തൊക്കെ ചെയ്തോ അതിനോട് ചേർന്ന് ജീവികൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1984 വരെ എന്റെ നാട്ടിൽ ഉഴുതിരുന്നത് മൂരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. 84 ആയപ്പോഴേക്കും ടില്ലറുകൾ ധാരാളം വരാൻ തുടങ്ങി. അപ്പൊ ഈ
ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചൂസ് വല്യപ്പൻ എന്ന് പറഞ്ഞൊരു വല്യപ്പനുണ്ട്. അദ്ദേഹത്തെ പാറായി എന്ന പേരിലാണ് കളിപ്പേര് വിളിക്കുക. അദ്ദേഹം സാധാരണ 2 പോത്തിനെയും അഴിച്ച് രാവിലെ ഈ നഖവും തൊഴുത്ത് കഴുത്തിൽ വെച്ചിട്ട്, നഖം അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ചിട്ട്, കരി അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ചിട്ട് അദ്ദേഹം പാടത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ഈ മണ്ണാത്തിപ്പുള്ള എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്, അതുപോലെ കുറെ കൊക്കുകളുണ്ട്. ഈ കൊച്ചൂസ് വല്യപ്പൻ പോണതിന്റെ പുറകെ ഈ കിളികൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എവിടെയാണോ കൂട്ടണത് ഒഴുകണത് അവിടെ ഈ കൊക്കുകൾ അങ്ങനെ നടന്ന് ഭക്ഷണം ചെയ്ത്. പെട്ടെന്നാണ് ടില്ലറുകൾ വന്നത്. ടില്ലറുകൾ വന്നപ്പോ കൊക്കും മണ്ണാത്തിക്കിളി എന്ത് ചെയ്തു? കൊച്ചു വലുപ്പനും ഉപേക്ഷിച്ചു, നേരെ ടില്ലറിന്റെ അടുത്ത് ഇരുന്നു. കാരണം അവർക്ക് അവിടെ കൂടുതൽ കിട്ടും. നോക്കൂ, ഞാൻ കണ്ടിട്ടുള്ള ലൈവ് അഡാപ്റ്റേഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യാതിരുന്ന ഫാലോ ലാൻഡ്സ് ആയിരുന്നാൽ നമ്മുടെ മത്സ്യങ്ങൾക്ക് പലതിനും പ്രജനനം നടത്താൻ പറ്റില്ല. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ ലേബർ റൂമാണ്, പ്രസവാർഡാണ്. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ മണിയറകളാണ്. നെൽപ്പാടങ്ങൾ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നഴ്സറിയാണ്. അപ്പൊ അവർക്ക് വളരാനുള്ള ഒരു ഇടമാണ് അതേ. അപ്പൊ അതുകൊണ്ട് ഫാലോ ലാൻഡ്സ് ഇട്ടാലും കുഴപ്പമാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ വള്ളത്തി പോലുള്ള മത്സ്യങ്ങൾ ഇല്ലാതാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മളൊന്ന് കൃഷിഭൂമി കൃഷി ചെയ്യാതെ ഇടുകയും വൻതോതിലുള്ള കീടനാശിനി പ്രയോഗങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ വിദേശ മത്സ്യങ്ങളുടെ പ്രജനനമൊക്കെ കൂടി കാരണങ്ങളായിട്ടുണ്ടാവാം. കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ മത്സ്യമരണം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിൽ ഒരു കുറഞ്ഞ പക്ഷം ഒരു 10-15 മത്സ്യമരണമെങ്കിലും ഒരു കൊല്ലം നടക്കുന്നുണ്ട്, അറിയുന്നതും അറിയപ്പെടാത്തതും ഒക്കെ ആയിട്ട് കേട്ടോ. ചെറിയ പുഴകളിലും നെൽപ്പാടങ്ങളിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇത് കരിമീന്റെ ഇവിടെ ആദ്യം കണ്ടുപിടിച്ച നമ്മുടെ കരിമീൻ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് മത്സ്യമാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവിടെ 150 രൂപയ്ക്ക് കിട്ടും. ഇവിടെയാണ് 500 രൂപ വിലയുള്ളൂ. ഇത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി. പക്ഷെ ഇതിന്റെ ശാസ്ത്രനാമം സൂററ്റൻസിസ് എന്നാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനെ സൂററ്റിൽ നിന്നാണ് ഇതിനെ പോർട്ട് ചെയ്തത്, കപ്പലിലേക്ക് അയച്ച്, കപ്പൽ വഴി അയച്ച്. അപ്പൊ അത് സൂററ്റിന്റെ ശാസ്ത്രനാമമുള്ള മത്സ്യം കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി. ഇനി സൂററ്റിൽ ഇത് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, എല്ലായിടത്തും ഉണ്ട്. ആന്ധ്ര, ഒറീസ ആ ഭാഗങ്ങളിലൊക്കെ ഇത് കേട്ടോ. ശ്രീലങ്കയിൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ ഭയങ്കര വലിപ്പം വെക്കുന്ന മത്സ്യങ്ങളുണ്ട്. ഇത് കുയിൽ എന്ന് പറയുന്ന മത്സ്യം നമ്മുടെ ചാലക്കുടി പുഴയിലൊക്കെ ഉണ്ട്. 59 കിലോ കണ്ടോ. ഇത് ഡിസംബർ 1948 ഡിസംബർ 26-ന് ഡിസംബർ 28-ന് കബനിന്ന് പിടിച്ചതാണ്. 59 കിലോ ഉണ്ടായിട്ടോ ഏകദേശം. 119 LB എന്നാണ് പറയുന്നത്. 119 LB എന്ന് പറഞ്ഞാല് ഒരു LB എന്ന് പറഞ്ഞാൽ 450 ഗ്രാമാണ്. അപ്പൊ 119 53.97 കിലോഗ്രാമുള്ള ഒരു മത്സ്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. അത്ര വലിപ്പം കൊണ്ട് സമ്പന്നമായിരുന്ന മത്സ്യങ്ങളായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചതിന്റെ ചിത്രങ്ങളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ മത്സ്യം ഇപ്പൊ കബനിയിൽ നമുക്ക് ലഭ്യമല്ല. അതിന്റെ ഒരു കാരണം പുഴയ്ക്ക് വന്ന ശോഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മത്സ്യങ്ങളിൽ നന്നായി അഡാപ്റ്റ് ചെയ്യുന്ന മത്സ്യം നോക്കൂ, കണ്ടോ ഇങ്ങനെ പിടിച്ചു കയറാം. നമ്മൾ അതിരപ്പള്ളിയിൽ നിന്നൊക്കെ മത്സ്യങ്ങൾ എങ്ങനെ മുകളിലോട്ട് കയറി പോണെന്നൊക്കെ കുട്ടികൾ സാധാരണ സംശയം ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ്, ഇതിനെയാണ് അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അനുരൂപനം എന്ന് പറയാം. അതായത് അതിന്റെ വായിലെ ഡിസ്ക് കണ്ടോ, അത് വെച്ചിട്ട് അതിന് മുകളിലേക്കൊക്കെ കയറി പോകാൻ കഴിയും. ഇതും അതുപോലത്തെ മത്സ്യമാണ് കണ്ടോ. ഇത് തേക്കടിയിൽ മാത്രമുള്ള തരം മത്സ്യമാണ്. സുന്ദരികളായ മത്സ്യങ്ങൾ നമുക്ക് ധാരാളം. ഇനി കേരളത്തിൽ മാത്രം കാണുന്ന മത്സ്യങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ പരിണാമത്തിന്റെ ഒരു ദശയിൽ ഇവിടെ രൂപപ്പെട്ടതാണ്. നമ്മുടെ കാടുകളെ നമ്മൾ പറയുക എന്ന് വെച്ചാൽ ക്രാഡിൽസ് ഓഫ് ദി എവല്യൂഷൻ എന്നാണ് പറയാ. പശ്ചിമഘട്ടത്തിലെ കാടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ക്രാഡിൽസ് ഓഫ് എവല്യൂഷൻ എന്ന് വെച്ചാൽ പരിണാമത്തിന്റെ കളിത്തൊട്ടിൽ എന്നാണ് പറയുക. എന്താണെന്ന് വെച്ചാൽ നിത്യേന എന്നോണം പുതിയ വംശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിശയോക്തിപരമായി നമ്മൾ പറയും. കാരണം എന്ന് വെച്ചാൽ അത്രയധികം വൈവിധ്യം നമുക്കുണ്ട്. അങ്ങനെ കാലം എപ്പോഴോ ഒക്കെ രൂപപ്പെട്ട മത്സ്യങ്ങൾ. ഇത് തേക്കടി കാണുന്ന ഒരു മത്സ്യമാണ്. തേക്കടി ലേക്കിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. ആ 26 സ്ക്വയർ കിലോമീറ്റർ തടാകത്തിലും അതിലേക്ക് വരുന്ന അരുവികളിലും മാത്രമാണ് ഇതിനെ കാണുക. നമ്മൾ ഇതിനെ അവിടുത്തെ ആദിവാസികൾ ഇതിനെ വിളിക്കുക ബ്രാഹ്മണ കണ്ടാന്നാണ്. ഈ പ്രാദേശിക നാമങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ഈ മത്സ്യം ഇല്ലാതായ പ്രാദേശിക നാമം ഇല്ലാതാകും കേട്ടോ. ഇതിന് നമ്പൂരിപ്പരൽ എന്ന് പറയാം. കാരണം എന്തറിയോ, ഇതിന്റെ ശരീരത്തിന്റെ സൈഡിൽ കൂടെ നമ്പൂതിരി പൂണൂലിട്ടമാതിരി ചെറുമ്പലുണ്ട്. ഇതിന്റെ ശരീരത്തിൽ ഭൂരിഭാഗം സ്ഥലത്തും ചെറുമ്പലില്ല, പക്ഷെ ഒരു പൂണൂലിട്ടമാതിരി ഒരു ചെറുമ്പലുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബ്രാഹ്മണ കണ്ട എന്ന തമിഴ് വാക്കിന്റെ അർത്ഥം പരൽ എന്നാണ്. അവർ തേക്കട. അങ്ങനെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യങ്ങൾ, കേരളത്തിൽ കാണപ്പെടുന്ന ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. അതിന് നമ്മൾ പറയുക എൻഡമിക് സ്പീഷീസുകൾ എന്നാണ് പറയാ, അല്ലെങ്കിൽ തദ്ദേശീയ ജാതികൾ എന്ന് നമ്മൾ പറയും. നോക്കൂ, ഇത് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. ലോകത്ത് എവിടെയും ഇല്ല. നിങ്ങൾക്ക് പമ്പയിലും അതേപോലെ തന്നെ ഭൂതത്താങ്കട്ടിലും ചെന്ന് പിടിക്കേണ്ടി വരും. അവിടെ 2 സ്ഥലത്തും മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഇതിനെ അണ്ടികള്ളി എന്നാണ് അവരെ വിളിക്കുക കേട്ടോ. ഇതാണ് പാതാളത്തവള എന്ന് പറയുന്നത്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഇത് ഭൂമിക്ക് മുകളിലേക്ക് വരും, ഭൂമിക്ക് അടിയിലെ താമസിക്കുക. ഇതിനെ ലിവിങ് ഫോസിൽ എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ ഇത് ഡൈനോസറുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു തവളയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ അത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ വളരെ പുരാതനമായ പഴക്കമുള്ള ഇത്തരം ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജീവിക്കുന്ന ഫോസിൽ. ഫോസിൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തതാണല്ലോ, പക്ഷെ ജീവിക്കുന്ന ഫോസിൽ എന്നാണ് പറയാ. കൊല്ലത്തിന് മാവേലി തവള എന്ന് വിളിക്കും ആളുകൾ. കൊല്ലത്തിലൊരിക്കൽ മാവേലി കേരളത്തിൽ കാണാൻ വരുന്നത് പോലെ നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇതിനെ പാതാള തവള എന്നും വിളിക്കും. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു തെറ്റിദ്ധാരണ കേരളീയർക്കുണ്ട്. മഹാബലി പാതാളത്തിലേക്കല്ല സുതലത്തിലേക്കാണ് ചവിട്ടി താഴ്ത്തിയെന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു ഭാഗവത അഷ്ടമസ്കന്ധം വായിക്കണം. അതിൽ ബലിക്കഥ എന്ന് പറയുന്ന ഒരു പേജുണ്ട്. 355-ാമത്തെ പേജിലാണ് പുതിയ കവിത രൂപത്തിലുള്ളതാണെങ്കിൽ. ഗദ്യരൂപത്തിലേക്ക് പേജ് അറിയില്ല. അതുപോയി വായിച്ച ഓണം നമ്മുടേതല്ലെന്ന് മനസ്സിലാവും. അതെന്തെങ്കിലും ആവട്ടെ, മഹാബലി എന്തായാലും നീ തെറ്റിദ്ധരിക്കാതിരിക്കുക. മഹാബലിയെ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയ സുതലത്തിലേക്കാണ്. സുതലം സ്വർഗാഭി പ്രാപ്തി എന്നാണ്. മഹാബലി ഇപ്പൊ വിഷ്ണുവിനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നാലും നമ്മൾ പാതാളം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാത്തിനും പാതാള വരാൽ പാതാള തവള എന്നൊക്കെ പേരിട്ടിരിക്കും. ഇത് കൊല്ലത്തിൽ ഒരിക്കൽ വരികയും വെള്ളത്തിന് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ പുറത്തു വരികയും ഇണചേരുകയും വീണ്ടും തിരിച്ച് ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ സന്ദീപ് ദാസ്. അദ്ദേഹത്തെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കാം. തവളയെ കുറിച്ചൊക്കെ അദ്ദേഹം നന്നായി സംസാരിക്കും കേട്ടോ. തവളയുടെ പരിണാമം, തവളയുടെ ജീവശാസ്ത്രമൊക്കെ സംസാരിക്കും. നല്ല മിടുക്കനായിട്ടുള്ളൊരു ഗവേഷകനാണ്. നിങ്ങൾ പരിചയപ്പെടാം. ഇതൊക്കെ നമുക്ക് തെറ്റായ ചില ധാരണകളൊക്കെ ഉണ്ട്. അതിന്റെ പുറത്ത് വേട്ടയാടപ്പെടുന്ന ചില ജീവികളുണ്ട്. അവയ്ക്ക് അങ്ങനെ ഔഷധ ഗുണമില്ല. പണ്ട് ആലുവ ബസ് സ്റ്റാൻഡിൽ ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ എന്റെ അപ്പന്റെ ചേട്ടന്റെ വീട് ആലുവയിലാണ്. അപ്പന്റെ കൂടെ അങ്ങനെ ആലുവയിലേക്ക് പോകുമ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ ഒരു കരിങ്കുരങ്ങിന്റെ ചിത്രം, എന്നിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ എനിക്ക് ഔഷധ ഗുണമില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാ ജീവികളുടെയും പേരിൽ അങ്ങനെ വെക്കണമെന്നുണ്ടായിരുന്നു. വെക്കണമെന്നാ ഞാൻ പറയുക. കാരണം ഈ ജീവിയുടെ പേര് കുട്ടിത്തേവാങ്ക് എന്നാണ്. ഇതിനെ തിന്നു കഴിഞ്ഞാല് ഈ ഇതേപോലത്തെ കണ്ണുകളോ പാർവതിയുടെയോ സുരേഷ് ഗോപിയുടെയൊക്കെ പോലുള്ള കണ്ണുകൾ കിട്ടും എന്നൊക്കെയാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് അവരതിനെ കണ്ണ് മനോഹരമാവാൻ വേണ്ടി ഇതിനെ ഭക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ചില ഔഷധ ഗുണമൊക്കെ ആരോപിച്ചു പല ജീവികളെയും നമ്മൾ വേട്ടയാടുന്നുണ്ട്. ഇത് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് എരവികുളം ദേശീയോദ്യാനത്തിൽ ഞാൻ നിൽക്കുന്ന ചിത്രമാണ് കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ഡോക്ടർ സുബു എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. എരവികുളം ദേശീയോദ്യാനത്തിന് നമ്മുടെ സംരക്ഷണങ്ങൾ നമ്മൾ പല രീതിയിലാണ്. നമുക്ക് റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, നാഷണൽ പാർക്കുകളുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറികളുണ്ട്, ബയോസ്ഫിയർ റിസർവ്സുകളുണ്ട്. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിർത്തി മാറ്റാനോ പുനർനിർണ്ണയിക്കാനൊന്നും സാധ്യമല്ല. പിന്നെ നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ സാങ്ച്വറി ഈസ് ഓൾവേസ് കൺസർവ്ഡ്. അതേസമയം നാഷണൽ പാർക്ക് പ്രിസർവ്ഡ് എന്നാണ് പറയുക. പ്രിസർവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നമുക്ക് ഗവേഷകർക്ക് അല്ലാതെ മറ്റാർക്കും തന്നെ അതിനകത്തൊരു ഫോറസ്ട്രി ഓപ്പറേഷനോ മരം നടാനോ മറ്റൊന്നും സാധ്യമല്ല. അതാണ് നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് നമ്മൾ പറയാം. അതേസമയം വന്യമൃഗ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, സംരക്ഷിത പ്രദേശമാണ്. അതിന്റെ അർത്ഥം അവിടെ കുറച്ച് കൺസർവേഷൻ എന്നാണ് പറയാ. കൺസർവേഷൻ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി, കൺസർവേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് ആവശ്യത്തിന് ഉപയോഗിക്കുക, സംരക്ഷിക്കുക. അതിനെയാണ് കൺസർവേഷൻ എന്ന് നമ്മൾ പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ. ആളുകൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാനത് വളരെ ലളിതമായി വിചാരിക്കുന്നത്, ഒരു കുളത്തിൽ കുറച്ച് മീനുണ്ട്, നമുക്കത് കറണ്ടടിച്ചോ വിഷം കലക്കിയോ കൊല്ലാം, അത് മീൻ പിടിക്കാം. നമുക്ക് ആവശ്യം മീൻ മാത്രമാണ്. പക്ഷെ മറ്റെല്ലാ ജീവികളും അതിനകത്തുള്ള കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം എല്ലാം ചത്തുപോകും. അതൊരു അങ്ങനെ വരുമ്പോൾ നാളെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും നമ്മുടെ അടുത്ത തലമുറയ്ക്കും മത്സ്യം എന്ന് പറയുന്ന സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കണം, അല്ലെങ്കിൽ വല വീശി പിടിക്കണം. അങ്ങനെ നാളെ കരുതി നമ്മൾ ഒരു വിഭവത്തെ വിനിയോഗിക്കുന്നതിനെയാണ് സന്തുലിത വിഭവ വിനിയോഗം എന്ന് നമ്മൾ പറയുക. ഇംഗ്ലീഷുകാരായിട്ടുള്ള ചില ആളുകളും ഒക്കെ ജുഡീഷ്യസ് എന്ന് നമ്മൾ പറയും. ജുഡീഷ്യസ് എന്ന് പറഞ്ഞാൽ വിവേകപൂർണമായ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഉത്തരവാദിത്തമുള്ള, റെസ്പോൺസിബിൾ എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. നമ്മൾ അടുത്ത തലമുറയെ കരുതി റെസ്പോൺസിബിൾ ആയിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയുക. ഇത് നാഷണൽ പാർക്കാണ്, ദേശീയോദ്യാനമാണ്. അപ്പൊ അത് അവിടെ നമ്മൾ ഒന്നും അനുവദിച്ചിട്ടില്ല. നമ്മൾ അത് പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അതേസമയം നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ കൺസർവ്ഡ് എന്നാണ് പറയുക. നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഹണ്ടിങ് ഒക്കെ ചിലപ്പോൾ അനുവദിക്കുകയൊക്കെ ചെയ്യും, മനസ്സിലായ, കള്ളിങ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് റിസർവ് ഫോറസ്റ്റ് ആണ്. അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഉണ്ടാസാണ്. അതായത് റിസർവ് ഫോറസ്റ്റ് റൈറ്റ് ടു യൂസ് റിസോഴ്സസ് റിസർവ്ഡ് ടു അതോറിറ്റി എന്നാണ് അർത്ഥം. നിങ്ങൾക്കൊരു വനപ്രദേശത്തെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു, അധികാരികൾക്ക് മാത്രമാണ് ഉപയോഗിക്കാനാവുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക കേട്ടോ. ഇനി അങ്ങനെ നീണ്ട ഒരുപാട് കഥകൾ പറയാനുണ്ട്, ബ്രിട്ടീഷ് സാഹിത്യന്മാരുടെ കഥകൾ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് സമ്മേളിച്ച് ആ കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ, അതുകൊണ്ട് വലിയ നമ്മള് ഈ പലരും എന്നെ കേട്ടിട്ടുള്ള ആളുകൾ കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഞാൻ നിർത്തുകയാണ്. നമ്മൾ എന്താ പറയാ, കുട്ടികളിലേക്ക് ഇത് ഇത്തരം സന്ദേശങ്ങൾ കുട്ടികളിലേക്ക് എത്തുമെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനങ്ങൾ എനിക്ക് അത്ര ഗുണകരമാണെന്ന് എനിക്ക് തോന്നാറില്ല. എന്നാലും ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഗുണകരമാവുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പൊ താങ്ക് യു. ഞാൻ നിർത്തുകയാണ് കേട്ടോ. എത്ര സമയമായി ഇപ്പോ?
ഞാൻ കറക്റ്റ് 8 മണിക്ക് തുടങ്ങിയെങ്കിലും 9:15 മിനിറ്റ് ആണെങ്കിലും ഞാൻ 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്തു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം മാസികകൾ കുട്ടികളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് കയ്യിലുള്ള ഇതിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇതാണ് ഈ സെമിനാർ പരമ്പര, ഈ വെബിനാർ പരമ്പരയുടെ ഉദ്ദേശം. വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള പരമ്പരകൾ നടക്കുന്നു. ബുധനാഴ്ചകളിൽ തലച്ചോറും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെബിനാർ തുടങ്ങാൻ പോവാണ് ഈ ജനുവരി 14. അത് കൊച്ചി യൂണിവേഴ്സിറ്റി ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തായാലും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് ഉണ്ടായത്. വളരെ നല്ല കണ്ടൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ശ്രോതാക്കളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ള വിഷമമുണ്ടെങ്കിലും കേട്ടിരുന്നവർക്ക് കൂടുതൽ വിജ്ഞാനം കിട്ടി എന്നുള്ളത് സന്തോഷമുണ്ട്. വേറെ സാറിന് നന്ദി. മറ്റെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. പ്രത്യേകിച്ച് കൺക്ലൂഡ് ചെയ്യാം. സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുധ മാം. കയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ, താങ്ക് യു തിരുമേനി, താങ്ക് യു. ഇത് വീഡിയോ എടുത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടിയേ, ഇപ്പൊ നമ്മൾക്ക് ഇതിലിപ്പോ പങ്കെടുത്തവരധികം പേരില്ല. അവരെപ്പോ ഷാജിയും അത്യാവശ്യം അറിയുന്നവരായിരിക്കും. അതല്ലല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിന്റെ മറ്റു നമ്മുടെ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അത് കിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. ഞാന് ഏറ്റവും കുറഞ്ഞ ഓഡിയൻസ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇത് അല്ലാച്ചാൽ നമ്മൾ ഈ 1 മണിക്കൂർ പറഞ്ഞതിന്റെ ഒരു അത് നമ്മളിൽ മാത്രം ഒതുങ്ങിയിട്ടില്ലല്ലോ. ആർക്കും ഗുണമില്ലാണ്ടാവും അല്ലേ? അതെ. ഇതെന്ന് പറഞ്ഞപ്പോ നമുക്ക് കുറച്ചു പേർക്കൊക്കെ ഇതിന്റെയൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇത് അറിയേണ്ടവരൊക്കെ എത്തുമ്പോഴാണല്ലോ അതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് പ്രവീൺ സാറ് അതിനൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. 2 പേർ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും മിക്കവാറും. കാരണം വളരെ അത്യാവശ്യം ഈ കാലഘട്ടത്തിന്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണിത്. നമ്മളൊരു ക്ലാസ് മാത്രമല്ല, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവര് നമുക്കാകെ ചെയ്യാവുന്നത് ഇത്തരം കാര്യങ്ങള് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ. ഷാജി സാറേ, സാറിന്റെ ഇതിലിപ്പം കാടിനെയും കരയെയും കുറിച്ച് പറഞ്ഞു. കടലിന്റെ വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നില്ല. അപ്പൊ അത് അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ഈ കടലിന്റെ ഒരു വിഷയത്തില് നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു സ്ഥലം നമുക്ക് ഷാജിക്കാരല്ല, നമ്മുടെ അഴീക്കോട് ബീച്ചില് ആ പൈമരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കണ ഇടം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ കടല് കയറുന്നില്ല. അതേസമയം ഈ മലയിടിച്ചു കൊണ്ടുവന്ന ഈ ഭിത്തി കെട്ടുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. അത്രയും കുറെ സ്ഥലത്തെങ്കിലും അതൊരു 50 കിലോമീറ്റർ എങ്കിലും നമുക്കൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മുനമ്പം ഭാഗത്ത് അത് കുറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 100-100 മീറ്റർ ഒക്കെ ഉള്ളൂ. പക്ഷെ ഉള്ള ഇടത്ത് അത് ഒരു കാരണവശാലും അവിടെ കടൽ കയറുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ കടലിന്റെ അത് മാത്രമല്ല, അവിടേക്ക് അങ്ങനെ ഒരു സംഗതി ഉള്ളപ്പം മാലിന്യങ്ങളുടെ ഒരു വിഷയം കുറെ കുറയണമുണ്ട്.
അപ്പം അതിനെ കുറിച്ച് നമ്മള് കടലിന്റെ അത്രയും സംരക്ഷണം അത് അങ്ങനെ അത് കടലിന്റെമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും കൂടി അതൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. അപ്പൊ അത്രയും വിഷയം നമുക്കൊന്ന് സജീവമായിട്ട് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ അതെ. കാരണം കലുങ്കൽ ഭിത്തികളെക്കാൾ വളരെ ബെറ്റർ ആണ് തോന്നുന്നു ഈ പറയുന്ന മരങ്ങളെ വെച്ച് പിടിപ്പിക്കൽ. അതെ അതെ. അത് നമുക്കിപ്പോ അഴീക്കോട് എത്ര കാലമായി നമുക്ക് കാണുന്നത്, നമ്മുടെ നേർക്കാഴ്ചയാണുള്ളത്. അതെ അതെ. കാര്യം നമ്മള് കടലിനെ കുറിച്ച് കാര്യമായിട്ടൊരു ഇത് പറയാൻ ഉള്ള ഈ അവസരം നമുക്ക് അല്ല ഈ ഒരു സമയത്ത് വേണമെന്ന് പറയും. അതെ അതെ. ഓക്കേനാ, ശരി ശരി, താങ്ക് യു സാർ. സാറിന് നമ്പർ എനിക്ക് കിട്ടിയത് ലളിതാൻ്റെ അടുത്ത് നിന്നാണ്. കാരണം എൻ്റെ ഒരു ഇളയച്ചനാണ് വിജയൻ സാറ്. ആരാ? വി എസ് വിജയൻ, ഡോക്ടർ വി എസ് വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹം എൻ്റെ ഇളയച്ചനാണ്. അതെ അല്ലേ? ഞാൻ വിജയ് സാറിന്റെ വീട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇന്ന് ഞങ്ങൾ കണ്ടിരുന്നു. അതെയാ? ഇന്ന് അവിടുത്തെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു. അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും റെക്കോർഡിങ് നടന്നിട്ടുണ്ടാവും മിക്കവാറും. അപ്പം നമുക്ക് അതായത് ഉദ്ദേശിക്കുന്നതാണ്, കാരണം മാസിക കിട്ടാത്തവരിലേക്ക് പരിസ്ഥിതി വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇപ്പൊ സൂചിമുഖിയും ഒരു മറ്റേ നമ്മുടെ ഏലിയാസിന്റെ ടീമും ഒക്കെ ചെയ്യുന്ന വർക്കുകൾ ഉണ്ടല്ലോ, അതൊരു സർക്കിളിൽ നിൽക്കുകയാണല്ലോ. ആ സർക്കിളിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റാണ് നടത്തുന്നത്. എന്തായാലും നന്നായിരുന്നു. ശരി, വീണ്ടും സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ബൈ 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 ബൈ. ബൈ.